പ്രൈസ് ദി ലോർഡ്. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് ദൈവം നമുക്ക് ദാനം ചെയ്തല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് ഈ രാത്രികാലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ രാത്രി സമയത്തിനായ സ്തോത്രം. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡുമായി നിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാതെ കൊണ്ടോടുത്ത് ചെയ്ത സാവകാശത്തിനായ സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ ദാസനായ കുടുംബത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ അവിടത്തേക്ക് സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന ജീവിതാനുഭവങ്ങൾ ഞങ്ങളുടെ വിശ്വാസവർദ്ധനയ്ക്കും ആത്മീക ബലത്തിനുമൊക്കെ കാരണമാക്കി തീർക്കണം. മുറ്റുമായി സമർപ്പിക്കുന്നു. കുറവശങ്ങളെ ക്ഷമിച്ചാട്ട് ദൈവമഹത്വം ഞങ്ങൾക്കായി വെളിപ്പെടുത്തിക്കാട്ട്. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യമുണ്ടാകണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുറവശങ്ങളെ ക്ഷമിച്ചാട്ട് ദൈവമഹത്വം വെളിപ്പെടുത്തിക്കാട്ടെ. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഉറപ്പിച്ചതുപോലെ ഒരു നല്ല ജീവിതാനുഭവം പിന്നെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ആസാദി ടി വിയിലൂടെ നമ്മൾ നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. ഞങ്ങൾക്കറിയാം, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തെ മാത്രമല്ല, വ്യക്തിപരമായി എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കും ഒക്കെ ഈ സാക്ഷ്യങ്ങളൊക്കെ വലിയ ബലമാണ്, പ്രചോദനമാണ് നൽകുന്നത്. ഇന്ന് നമ്മൾ പിന്നെയും ചില നല്ല അനുഭവങ്ങൾ കേൾക്കുവാൻ പോവുകയാണ്. നമ്മുടെ നടുവിൽ കാനഡയിൽ നിന്ന് കർത്താരദാസൻ പ്രിയ ബാബു ജോർജ് പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ബിന്നി സിസ്റ്ററും ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ദൈവദാസനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ട് പാസ്റ്റർ. കുടുംബമായി ഞങ്ങളുടെ ഈ ഒരു സെഷനിൽ കടന്നു വരുവാൻ സമ്മതിച്ചതിൽ ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. ഈ അടുത്ത സമയത്താണ് നമ്മൾ പരിചയപ്പെട്ടതല്ലേ? അതെ, വളരെ ചുരുങ്ങിയ സമയങ്ങളെ ആയിട്ടുള്ളൂ. അതെ. എന്നാൽ തന്നെ ഞങ്ങളുടെ ചർച്ചിലെ ചില കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം പാസ്റ്റർ ചർച്ചിൽ അവിടെ കാനഡയിലായിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ബന്ധങ്ങളൊക്കെ ദൈവം തന്നത്. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാനഡയിൽ വർഷങ്ങളായോ പാസ്റ്ററെ? ഞങ്ങളിപ്പോൾ കാനഡയിൽ 14 വർഷമായി ഇവിടെ സ്ഥിരമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ കാനഡയിൽ ഒൻറ്റാറിയോ പ്രോവിൻസിൽ കിച്ചണർ എന്ന് പറയുന്ന സിറ്റിയിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ദൈവസഭയിലെ ശുശ്രൂഷയുമായി 10 വർഷം കഴിഞ്ഞു. ഇത് 11ാമത്തെ വർഷമാണ്. ഒത്തിരി ചെറുപ്പക്കാരൊക്കെയുള്ള ഒരു പെന്തക്കോസ്റ്റൽ സഭയുടെ ശുശ്രൂഷകരായി ഞങ്ങൾ കുടുംബമായി ഇവിടെ വിദേശത്ത് വാർത്ത് കർത്താവിന്റെ മഹത്വമേറിയ വേല ചെയ്തു വരുന്നു. അതെ, കാനഡയിലേക്കൊക്കെ ഒത്തിരി ഒരു മൈഗ്രേഷൻ്റെ സമയങ്ങളായിരുന്നു അല്ലേ? കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഒത്തിരി നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒത്തിരി പേര് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെയുള്ള ചർച്ചുകൾക്കൊക്കെ അതൊരു വലിയ വ്യത്യാസം അല്ലേ? തീർച്ചയായിട്ടും ചർച്ചിന്റെ ഗ്രോത്ത് ഈ ഒരു മൈഗ്രേഷൻ മുഖാന്തരം വളരെ നല്ല രീതിയിൽ ഉള്ളൊരു വളർച്ചയാണ്. ദൈവസഭകൾക്ക് എല്ലാ സഭകളും വ്യത്യസ്തമായ രീതിയിൽ വിവിധ ഡിനോമിനേഷനിലുള്ള ദൈവസഭകൾക്കെല്ലാം പൊതുവിൽ ഒരു അവിടുന്നുള്ള ഇങ്ങോട്ടുള്ള ഒരു കുടിയേറ്റത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒത്തിരി കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് കടന്നു വരുന്നുണ്ട്. അവരെ ഇവിടെ ജീവസന്ധാരണത്തിനായി അല്ലെങ്കിൽ കുടിയേറ്റത്തിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസം നേടിയും ജോലിയും പിന്നെ ഇവിടെ സ്ഥിരതാമസത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഇല്ല. അതെല്ലാം ദൈവസഭകൾക്ക് അനുഗ്രഹമായിരിക്കുന്നു. ഞങ്ങൾക്കും അത് വളരെ ശുശ്രൂഷയ്ക്കും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും അനുഗ്രഹമായി തീരുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പാസ്റ്റർ. നമ്മൾ ഏത് ദേശത്ത് നിന്നാലും ആദ്യം അന്വേഷിക്കുന്നത് സഭയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ആരോ നമ്മുടെ ചെറുപ്പക്കാരായ ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്ത ഒരു കുടുംബമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, അവരാദ്യം ദൈവത്തോട് ചോദിച്ചത് അവിടെ ഒരു ചർച്ച ഉണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ ഇടയ്ക്ക് നമുക്ക് സാക്ഷ്യത്തിന് വന്ന കുടുംബമാണ്. അപ്പോൾ അവർ പറഞ്ഞത് ആദ്യം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ അവിടെ ചർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടെ പേപ്പർ വർക്കൊക്കെ ചെയ്തു കൊടുത്ത ഏജൻറ്റിനോട് ചെന്നിട്ട് അവർ ചോദിച്ചു അവിടെ ചർച്ച ഉണ്ടോ. അപ്പോൾ ഏജൻറ്റ് ചർച്ച ഉണ്ടെന്ന് പറയുക മാത്രമല്ല ആ ചർച്ചിൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് ദൈവസമയം ആരാധനയും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഈ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ സിറ്റുവേഷൻ പറഞ്ഞ പോലെ ദൈവമക്കൾക്ക് ലോകത്തിൽ എവിടെ പോയാലും ആരാധന നമ്മുടെ ജീവശ്വാസമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതോടൊപ്പം തന്നെ മൈഗ്രേറ്റ് ചെയ്തു വരുന്ന ആളുകൾക്കും അവിടെയുള്ളൊരു ചർച്ച ഒരു വലിയ ബ്ലെസ്സിങ്ങാണ്. കാരണം അവരുടെ കാലുകൾ വെക്കാൻ
കൂടെ ഒരു സമൂഹമുണ്ടെന്നുള്ള ഒരു ധൈര്യം, അതൊക്കെ ഒരു വലിയ വലിയ കാര്യമാണ്. ആ ദേശങ്ങൾക്കും ഒരു വലിയ വ്യത്യാസങ്ങൾ വരുന്നല്ലേ? കാരണം ഒരു ഭാഗത്ത് അതെ പാസ്റ്റർ. ഒത്തിരി ഒരു വലിയ വലിയ വ്യത്യാസമാണ്. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും അവർക്ക് ഒറ്റയ്ക്കുള്ള യാത്രയാണ്. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പല മാതാപിതാക്കളും അവിടെ നിന്ന് കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ നേരത്തെ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്, അവരുടെ ആശങ്കകൾ അറിയിക്കാറുണ്ട്. പാസ്റ്ററെ, സിസ്റ്ററെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഭയിൽ കുഞ്ഞുങ്ങളെ കണക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ആശങ്കകൾ. തീർച്ചയായിട്ടും ഒരു ചർച്ച് ഫാമിലി, സഭാ കുടുംബം എന്നുള്ളത് അവർക്കൊരു മാതാപിതാക്കൾക്ക് വലിയൊരു സന്തോഷവും വലിയൊരു സുരക്ഷിതത്വത്തിന്റെ അനുഭവമാണെന്ന് പല മാതാപിതാക്കളെയും സംസാരത്തിലുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടെ ഞങ്ങളുടെ മേൽ, സഭയുടെ മേലുണ്ടെന്നുള്ളത് ഞങ്ങളെ കുറച്ചും കൂടെ പ്രവർത്തന നിരതമായി അല്ലെങ്കിൽ ഊർജ്ജസ്വലതയോടെ നിർത്താനും ആ ഒരു അക്കൗണ്ടബിലിറ്റി ദൈവരാജ്യത്തോടും ദൈവസഭയോടും ഈ കുഞ്ഞുങ്ങളോടും ഉള്ളത്, അത് നമുക്ക് ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് ഒരു വലിയ ദിശാബോധവും ദർശനത്തോടെ മുന്നോട്ട് പോകാൻ വലിയ ഉത്തരവാദിത്വമാണല്ലോ അത്. അതെ പാസ്റ്റർ, എനിക്കത് മനസ്സിലാകും. കാരണം ഞങ്ങൾ ബോംബെയിലായതുകൊണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ബോംബെ വരുമ്പോൾ മാതാപിതാക്കൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പറയുന്നത് നിങ്ങളുള്ളതാണ് ഞങ്ങളുടെ സമാധാനം. ഒത്തിരി ആളുകളുടെ ലോക്കൽ ഗാർഡിയൻസാണ് ഞങ്ങൾ. പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും അത് ഈ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ സൺഡേയിലും ഞാൻ പോയി ഒരു ഹോസ്റ്റലിൽ പോയിട്ട് ലോക്കൽ ഗാർഡിയൻ്റെ സ്ഥാനത്ത് എൻ്റെ ആധാർ കാർഡൊക്കെ കൊടുത്ത് സിഗ്നേച്ചർ ചെയ്തിട്ട് വന്നു. അപ്പോൾ ഒത്തിരി പേരുടെ ലോക്കൽ ഗാർഡിയൻസ് അതൊരു നമുക്കും ഒരു സന്തോഷമാണ്, മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ് ആയി തീരാനൊക്കെ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനെ ഓർത്തിട്ട്. അപ്പോൾ തന്നെ അതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പാസ്റ്റർ പറഞ്ഞപ്പോ പറയാതിരിക്കാൻ നിർവാഹമില്ല. മിക്കവാറും പേരൻസ് വിളിക്കുമ്പോൾ നമുക്ക് ഹൃദയസ്പർശിയായി നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ അത് പതിയുന്ന ഒരു വാക്ക് ഞങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്ന ഞങ്ങൾ രണ്ടുപേരും, പാസ്റ്ററെ, സിസ്റ്ററെ, കുഞ്ഞിനെ കയ്യിലോട്ട് ഏൽപ്പിക്കുക. ഒരു മാതാവായി പിതാവായി ആത്മീയമായ ദർശനത്തോടെ അവരുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കും എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ അപ്പനും അമ്മയും പാസ്റ്ററിന്റെയും സിസ്റ്ററിന്റെയും കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ്. ഇത് ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഒരു വലിയ സന്തോഷം. നമ്മൾ ഏറ്റുവാങ്ങുക കുഞ്ഞുങ്ങളെ ഹൃദയത്തിനകത്തേക്ക്. സ്തോത്രം. സത്യമാണ് സത്യം. ഒത്തിരി പേർക്ക് നാം ഒരു അനുഗ്രഹമായി മാറുന്നു. പാസ്റ്റർ, നാട്ടിൽ നിങ്ങൾ എവിടെയൊക്കെയാ സിസ്റ്ററും പാസ്റ്ററും ഒക്കെ നിങ്ങളെ ജനിച്ചു വളർന്ന സ്ഥലങ്ങളും അങ്ങനെയുള്ള കുടുംബ പശ്ചാത്തലമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടാൻ പറ്റുമായിരുന്നു. ഞാൻ ജനിച്ചു വളർന്നെല്ലാം നോർത്ത് ഇന്ത്യയില് റൂർക്കില എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഒറീസയില്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഉള്ള സിറ്റിയാണ് റൂർക്കില. ജനിച്ചും വളർന്നതും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചതും അവിടാണ്. ചില വർഷങ്ങൾ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അവിടെ നഴ്സിംഗ് കോളേജ്, രാമയ്യയിലെ നഴ്സിംഗ് കോളേജ് ട്യൂട്ടറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ ദുബൈ വന്നത്. ദുബൈയിൽ ഏകദേശം 12 years. പിന്നെ ഇപ്പം ഇവിടെ കാനഡയിൽ. സ്വന്തം ദേശം തിരുവല്ല, നെടുമ്പ്രമാണ് സ്വന്തം ദേശം. പക്ഷെ ഇപ്പോൾ എൻ്റെ പേരൻസ് സ്റ്റേ ചെയ്യുന്ന സ്ഥലം നേരണമാണ്. അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. എനിക്കൊരു ബ്രദറും ഫാമിലിയും ഡാഡിയും മമ്മിയും ഉണ്ട്. എന്റെ സ്വദേശം അടൂർ കിളിവേൽ എന്ന ദേശത്താണ്. വളരെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. യാക്കോബായ വിശ്വാസത്തിൽ, ഓർത്തഡോക്സ് വിശ്വാസത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അപ്പോൾ തന്നെ കോളേജ് പഠനവും സ്കൂളും കോളേജും ഒക്കെ ആ ദേശത്ത് നിന്ന് മുന്നോട്ട് പോവുകയും ഞാൻ ഡിഗ്രിയുടെ പഠനത്തിനായി കോട്ടയം ബെസലിയസ് കോളേജിൽ ഡിഗ്രിക്കും. പിന്നെ എൻ്റെ ഫാദർ 49 വയസ്സിൽ, അദ്ദേഹത്തിൻ്റെ 49 വയസ്സിൽ ഹാർട്ട് അറ്റാക്കിൽ മരണപ്പെട്ടു. അമ്മയും സഹോദരിയും ഭവനത്തിൽ ഒറ്റയ്ക്കാണ്. ജ്യേഷ്ഠൻ അന്ന് ഗൾഫിലാണ്. അങ്ങനെ അപ്പോൾ ഞാൻ തിരിച്ച് പന്തള NSS കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി അങ്ങനെ വന്നു. അങ്ങനെ കുറേ ആദ്യകാലങ്ങളിലൊക്കെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ വളരെ തീക്ഷ്ണതയോടെ നിന്ന് എങ്കിൽ തന്നെയും ഇടയ്ക്ക് എൻ്റെ ചാച്ചൻ്റെ മരണശേഷം കോളേജിൽ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായി. അങ്ങനെ ഒരു മുന്നോട്ടുള്ള ഒരു ജീവിതയാത്ര അത്ര സുഖകരമായിരുന്നില്ല, സുഗമമായിരുന്നില്ല. എങ്കിലും അത് വലിയൊരു ജീവിതാനുഭവത്തിലൂടെ കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതൊരു അനുഭവമാണ്. അങ്ങനെ കിളിവേൽ ദേശത്ത് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടു. അതാണ് ഇനി ഒട്ടും സമയം നഷ്ടപ്പെടുത്തുന്നില്ല പാസ്റ്ററെ. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതാനുഭവങ്ങൾ കേൾക്കണം. കർത്താവ് നടത്തിയ വിധങ്ങൾ, കർത്താവിനെ പിൻപറ്റിയ അനുഭവങ്ങളൊക്കെ കേൾക്കണം. നിങ്ങൾ രണ്ടുപേർക്കൂടെ സമയം തരികയാണ്. ഞാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കർത്താവിൻ്റെ ദാസൻ മുഖേന സാദി TV യിലൂടെ
ഞങ്ങളുടെ ജീവിതാനുഭവം എൻ്റെ കഥ എന്ന ഈ എപ്പിസോഡിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കർത്താവിൻ്റെ മഹാകൃപയാൽ വന്ന് പങ്കെടുക്കാനും ജീവിതാനുഭവം പങ്കുവെക്കാനും കർത്താവ് ഒരു വലിയ ഭാഗ്യമാണ് തന്നിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആദ്യമായി കുടുംബമായി ഞങ്ങളെ കർത്താവിൻ്റെ വേലയിൽ പലപ്പോഴും കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, കർത്താവിൻ്റെ വേലയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഇമോഷണൽ ആകാറുണ്ട് സാധാരണ. കാരണം അത്രമാത്രം എൻ്റെ ജീവിതത്തെ ആഴമായി സ്പർശിക്കുകയും ഒരു വലിയ ആ ജീവിതത്തിന്റെ ദർശനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ മാറ്റിയത് വളരെയധികം ശോധനയിലൂടെ, വിഷമകരമായ ഒത്തിരി ഘട്ടത്തിലൂടെ ഞങ്ങളെ കടത്തിവിട്ട്, വചനത്തിനകത്ത് പറയുന്നിട്ട് നമ്മളെ ഊതിക്കഴിച്ച പൊന്നാക്കി തീയിലൂടെ കടത്തിവിട്ടിട്ട് കൊണ്ടുവന്നൊരു ജീവിതാനുഭവം ഞങ്ങൾക്കതാണ് പ്രേക്ഷകരുമായി ആസാദി ടി വിയിലെ പ്രേക്ഷകരോട് പങ്കുവെക്കാനായി എന്നുള്ളത്. ഞാൻ നേരത്തെ എൻ്റെ ഒരു പശ്ചാത്തലം, ബിനുവിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങളിങ്ങനെ യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസ ജീവിതത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പം ആക്ച്വലി എൻ്റെ നാട്ടുംപുറത്തെ ജീവിതം, ആ നാട്ടുംപുറത്തെ ജീവിതത്തിൽ എല്ലാ മതവിഭാഗങ്ങളുമായിട്ടുള്ള ഒരു ഹാർമണിയിൽ ജീവിച്ചു വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ അവിടെ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലുള്ള ആളുകൾ വളരെ വളരെ കുറവാണ് ആ കാലഘട്ടത്തിൽ. ബ്രദറൻ വിശ്വാസികളുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങളെയൊക്കെ ഒരു ട്രഡീഷണൽ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ടുകൊണ്ട് ഈ പെന്തക്കോസ്റ്റ് വിശ്വാസ സമൂഹങ്ങളോടൊരു ചെറിയ പരിഹാസവും ഹൃദയത്തിലൊരു ഒരു വേണ്ടാത്ത ഒരു സമൂഹമാണ്. ഉൾക്കൊള്ളാൻ മാനസികമായിട്ട് കഴിയുന്നില്ല ഇവരെയൊന്നും. അത്തരത്തിലൊരു മാനസികാവസ്ഥയായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു തികച്ചും നോയമ്പുകളും യാമപ്രാർത്ഥനകളും ഒക്കെ നോക്കി എൻ്റെ അമ്മച്ചി എന്നെ അങ്ങനെ ഒരു വലിയ ആത്മീയ തലത്തിൽ വളർത്തിക്കൊണ്ട് വരണം, സഭയിലെ ഒരു അച്ഛൻ ആകണം എന്നുള്ള രീതിയിലുള്ള വളരെ. അപ്പൊ അമ്മച്ചിയുടെ പ്രത്യേക ശിക്ഷണത്തിലും താല്പര്യത്തിലുമാണ് ഞാൻ ചെറുപ്രായത്തിൽ തന്നെ വളർന്നു വന്നത്. പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും കുർബാനയുടെയും യാമപ്രാർത്ഥന എല്ലാ പിന്നെ നമ്മുടെ നോയമ്പുകളൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. 3 നോയമ്പ്, 7 നോയമ്പ്, 25 നോയമ്പ്, 50 നോയമ്പൊക്കെ. അപ്പോൾ അങ്ങനെ അമ്മച്ചിയുടെ മരണശേഷവും എൻ്റെ ചാച്ചൻ്റെ മരണശേഷവും ഒക്കെ ഞാൻ ആ ഒരു മെൻറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ കോളേജ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വന്നു, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വളരെയേറെ ആകർഷണനായി. ആ സമയത്ത് ഞാൻ അല്പം മദ്യപാനവും സിഗരറ്റ് വലിയും ഒക്കെ ചെറിയ രീതിയിൽ തുടങ്ങി. അപ്പം സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോയപ്പോൾ ഞാൻ ആ കാലയളവിൽ ഇടയ്ക്ക് ഞാനൊരു ഹിന്ദു വിശ്വാസത്തിലേക്ക് അതിൽ ആകർഷണനായി. കാരണം എൻ്റെ കൂട്ടുകാരെല്ലാം ഹൈന്ദവ വിശ്വാസികളായ സഹോദരന്മാരാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, ശിവക്ഷേത്രമാണ്. അപ്പോൾ ഞാനവിടെ മിക്കവാറും ഈ RSSൻ്റെ ശാഖയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഒന്നും വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷേ കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആയിട്ട് ഞാൻ അവിടെ പോയിരിക്കും, അമ്പലക്കുളത്തിൽ കുളിക്കും, കാവിനകത്ത് കയറും, അമ്പലത്തിൽ പോയി തൊഴും. നമുക്കതിൻ്റെ ഡിഫറൻഷിയേഷനോ ഒന്നും കാര്യങ്ങളോ ഒന്നും യഥാർത്ഥത്തിൽ അറിയത്തില്ല. എല്ലാം ഒരു ആ സമൂഹത്തിൻ്റെ ഹാർമണി എന്നുള്ള രീതിയിലുള്ളൊരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ ശബരിമല പോകാനിടയായി തീർന്നു ഇടയ്ക്ക്. അപ്പോൾ അത് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇങ്ങനെ നോയമ്പ് നോക്കണം. അപ്പം ഞാൻ ഈ അമ്പലക്കുളത്തിലൊക്കെ, അപ്പം ശിവക്ഷേത്രം അടുത്തത്, വീട്ടിൽ പറഞ്ഞപ്പം വീട്ടിൽ ആദ്യം ചെറിയൊരു എതിർപ്പൊക്കെ പറഞ്ഞെങ്കിലും ഓക്കെ എന്നുള്ള രീതിയിലായി. ഞാനവിടെ അമ്പലത്തിൽ പോയി, ശിവക്ഷേത്രം ഞങ്ങളുടെ അവിടെ അടുത്ത ഒരു അമ്പലമുണ്ട്, അവിടെ പോയി ഞാൻ മാലയിട്ടു, പ്രസാദമൊക്കെ സ്വീകരിച്ച് 15 ദിവസം ഹൈന്ദവ വിശ്വാസപരമുള്ള നോയമ്പൊക്കെ നോക്കി ശബരിമലയിൽ പോകാൻ ആഴിയൊക്കെ കൂട്ടി എൻ്റെ കൂട്ടുകാരോടുകൂടെ തന്നെ ഈ കറുത്ത മുണ്ടൊക്കെ എടുത്ത് തേങ്ങയ്ക്കകത്ത് നെയ്യൊക്കെ നിറച്ച് ആഴിയുടെ ചുറ്റുമൊക്കെ ശരണം വിളിച്ച് കിളിവയിൽ നിന്ന് അടൂർ വരെ ശരണം വിളിച്ചു പോയി. അവിടുന്ന് പമ്പയിലേക്ക് യാത്ര ചെയ്ത് പമ്പ കുളിച്ച് 16 കിലോമീറ്റർ ശരണം വിളിച്ച് നടന്ന് 18 പടി കയറുന്നതിന് മുമ്പ് ഈ അന്നത്തെ ഈ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ആചാരവിധി പ്രകാരം തേങ്ങ ഉടയ്ക്കണം. ആദ്യത്തെ പടിയിൽ തേങ്ങയൊക്കെ ഉടച്ച് 18 പടി കയറി അങ്ങനെ അയ്യപ്പനെ തൊഴുത് തിരികെ വന്ന്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകാനിടയായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഒത്തിരി വായിക്കുന്ന ആളായിരുന്നു. എനിക്ക് ഇപ്പോഴും എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാഷൻ, ഹോബി എന്ന് പറയുന്നത് വായന. ഒരു ആർത്തിയോടെ വായിക്കും ഏത് ബുക്ക് കിട്ടിയാലും. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചുകൂടെ സെലക്റ്റീവാണ് വായിക്കുന്ന കാര്യത്തിൽ. അപ്പം അന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളും കടമ്പനിട്ട രാമകൃഷ്ണൻ്റെ കവിതകളും ഒക്കെ ഒത്തിരിയേറെ ഹൃദയത്തിനകത്ത് ആകർഷിക്കപ്പെട്ടു, ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം. ആ സമയത്താണ് എനിക്കൊരു പുതിയ ബന്ധത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. മനോരമ പേപ്പർ സ്ഥിരം വായിക്കുന്ന ഒരു പതിവുണ്ട് എനിക്ക്. അതൊരു നമ്മൾ കാപ്പിയൊക്കെ കുടിക്കുന്ന, രാവിലെ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു പ്രയാസം പോലെ അങ്ങനെ പേപ്പർ വായിക്കും. അപ്പം ഈ പെട്ടെന്ന് പേപ്പറിനകത്ത് ഒരു പങ്ക്തി ഇങ്ങനെ തുടർമാനമായിട്ട് ഒരു നിത്യ ഇതിനെ എഴുതി. അത് കേരള സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വിശ്വപൗരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരു യോഗിയായിരുന്നു.
അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ ഡോക്ടർ പൽപുവിന്റെ മകൻ നടരാജ ഗുരുവിന്റെ ശിഷ്യനാണ് ഇദ്ദേഹം. ഊട്ടി ഫേൺ ഹിൽ ആശ്രമത്തിലാണ് താൻ. ഇപ്പോൾ അദ്ദേഹം സമാധിയായി. ഏതാണ്ട് ഒരു 10 വർഷത്തോളം ആകുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഞാൻ ഒത്തിരി ആകൃഷ്ടനായി. ഞാൻ അദ്ദേഹത്തിന് കത്തെഴുതാൻ തുടങ്ങി, ഗുരുജി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കത്തുകൾ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്നത്തെ കാലത്ത് ഈ ഇലൻ ലെറ്ററിലുള്ള കത്തുകളാണ് ഏറ്റവും പ്രചാരത്തിലുള്ള കാര്യം. ഫോൺ വിളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അദ്ദേഹം എനിക്ക് ഇങ്ങോട്ട് എഴുതും, അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ എനിക്ക് അയച്ചു തന്നു. ഞാൻ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചു, സന്യാസിയാകുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ സന്യാസിയായ തീരുമാനം എടുത്ത് ഞാൻ ലെറ്റർ എഴുതി അദ്ദേഹത്തിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഗുരുജി സ്വാമി ഞാൻ അങ്ങോട്ട് വരികയാണ്, ഞാൻ വീട് ഉപേക്ഷിച്ച് വരികയാണ്, അവിടെ നിൽക്കുവാനുള്ള ഒരു തീരുമാനമാണ് എൻ്റെ, സന്യാസാശ്രമത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലില്ലൻഡിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് എഴുതിയിട്ട്, ബാബു നിനക്ക് ഒരിക്കലും ഒരു സന്യാസിയാകാൻ പറ്റില്ല. കാരണം നിന്റെ എഴുത്തുകളിലൂടെ ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിനക്ക് ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും നല്ല വഴി. നീ സന്യാസം സ്വീകരിച്ചാൽ ഇവിടെ കൂടി വന്നാൽ ഒരു വർഷം നീ നിൽക്കുമായിരിക്കും, അത് കഴിഞ്ഞ് നീ തിരികെ പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിനെ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. യു ക്യാൻ കം ഹിയർ, നിനക്ക് ഇവിടെ വരാം, ഒരാഴ്ചക്കുള്ളിൽ നിൽക്കാൻ ഒക്കത്തില്ല, ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പങ്കെടുത്തിട്ടൊക്കെ പോകാം. അപ്പൊ അങ്ങനെ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഇനിയും ഈ കാര്യം പറഞ്ഞ് എനിക്ക് കത്തെഴുതരുത്. നിനക്ക് നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്റെ എന്താണ് നിന്റെ ദർശനം, ആ രീതിയിൽ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്നതാണ് നിന്റെ ജീവിതത്തിൽ നല്ലതെന്നുള്ളൊരു ഉപദേശത്തോടുകൂടി ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഗൾഫിലേക്ക് വരുന്നതും. ഗൾഫിൽ വന്ന് ആദ്യം ചില ജോലികളൊക്കെ ചെയ്തു. എനിക്ക് സാമ്പത്തികമായ ചില നന്മകളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണമെന്നുള്ളൊരു താല്പര്യത്തിൽ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു എനിക്ക്. ഞങ്ങൾ ഒരുമിച്ച് ദുബൈയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതും ഈ മദ്യപാനത്തിന്റെ അതിപ്രസരത്തിൽ ഒരു മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത രീതിയിൽ, പൈസ കണ്ടുപോകാനുണ്ട്, പക്ഷെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്നാൽ അത് വളരെ വലിയ രീതിയിൽ വ്യാപിക്കാൻ തുടങ്ങിയത്. പക്ഷെ അപ്പോൾ തന്നെ സ്വല്പം കടങ്ങളൊക്കെ അതിന്റെ ഭാഗത്ത് വന്നു. ആ സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നത്. ദുബൈയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി. അങ്ങനെ ബിനുവിനെ 3-4 വിവാഹാലോചനകൾ വന്നു. ബിനുവിനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആയിരുന്നു വിവാഹത്തിന്റെ കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ ഞാൻ ഒരു നല്ല തികഞ്ഞ മദ്യപാനിയാണ് ആ സമയത്ത്. ശരിക്കും ഞാൻ പ്രഭാതത്തിൽ കുടിച്ചില്ലെങ്കിൽ എൻ്റെ കൈ വിറയ്ക്കും. ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. ഒരു 10-20-25 സിഗരറ്റ് ഞാനൊരു ഉച്ചയോടുകൂടി വലിച്ചു തീർക്കും. ഒരു 2 പാക്കറ്റ് എന്ന 20 പാക്കറ്റുള്ള സിഗരറ്റ്. അപ്പം എൻ്റെ 2 പാക്കറ്റ് സിഗരറ്റ് മിനിമം ഒരു ദിവസം വലിക്കും. ബിസിനസിന്റെ ടെൻഷനും പിന്നെ ഇതിനകത്തുള്ള ഒരു അഡിക്ഷനും ഒക്കെ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ ബിനുവിനെ കാണാൻ പോകുമ്പോൾ അതിനകത്തൊരു പ്രത്യേക സംഭവം ഉണ്ടായി. എനിക്ക് ബിസിനസ്സിൽ ടെൻഷൻ വളരെയേറെ ഉണ്ട്. രാത്രിയിലൊന്നും ഉറക്കമില്ലായിരിക്കുമ്പോൾ ഞാൻ മദ്യം കൂടുതൽ കുടിക്കും. പല കാരണങ്ങളുണ്ടായിരുന്നു അതിനകത്ത്, എല്ലാം വിശദീകരിക്കുവാനുള്ള സമയത്തിന്റെ പരിമിതിയുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വിവാഹത്തിന്റെ സമയത്ത് എനിക്ക് ടെൻഷൻ ഒത്തിരി ആയിട്ട്, എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു പോട്ടയിൽ ഒരു ധ്യാനം കൂടാൻ നമുക്ക് പോകാം. അങ്ങനെ പോട്ടയിൽ ഞാൻ ഒരാഴ്ച ധ്യാനം കൂടാനായിട്ട്, അങ്ങനെ വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ ഈ ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ കുറച്ച് ദിവസം ഒന്ന് മാറിയിരിക്കുന്ന താല്പര്യത്തിൽ അവിടെ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ കുപ്പിയൊക്കെ ആയിട്ടാണ് പോകുന്നത്, സിഗരറ്റൊക്കെ ആയിട്ടാണ് പോകുന്നത്. 2ാമത്തെ ദിവസം മാത്യു നായിക്കപ്പുറം അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മദ്യപാനികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനന്ന് അവിടെ ഒരു ബിന്നുണ്ടായിരുന്നു, അതിനകത്ത് ഈ കുപ്പിയും കൊണ്ടുപോയ കുപ്പിയും സിഗരറ്റും ഒക്കെ ഞാനോട് ഉപേക്ഷിച്ചു. അവിടുത്തെ ഒരു ആഹ്വാനപ്രകാരമാണ്. പിന്നെ അവിടെ കുമ്പസാരിക്കുകയും കൗൺസിലിങ്ങിനൊക്കെ ഞാൻ വിധേയനായി. അപ്പോൾ എനിക്കൊരു ചെറിയ മനംമാറ്റം പോലൊക്കെ വന്നു. ഞാനങ്ങനെ മദ്യപാനം വേണ്ട, ഇനി സിഗരറ്റ് ഒരു വേണ്ട എന്ന് ഒരു ടൈം ഫ്രെയിൽ അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ബിനുവിനെ കാണുമ്പോൾ ബിനു എന്നോട് ചോദിച്ച 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അല്ലാതെ ബിനു ഒന്നും അതിനകത്ത് ആവശ്യപ്പെട്ട് എന്നോട് പറഞ്ഞു സിഗരറ്റ് വലിക്കും. ഞാൻ പറഞ്ഞ മറുപടി ഇല്ല. കാരണം ഞാൻ ആ സമയത്ത് നിർത്തിയിരിക്കുമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. 2 എന്നോട് ചോദിച്ചു ഡ്രിങ്ക് ചെയ്യുമോ? ഞാൻ പറഞ്ഞില്ല. എനിക്ക് അങ്ങനെ ഈ 2 കാര്യങ്ങൾ എനിക്ക് നിർബന്ധമുണ്ട്. വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരാൾ. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ബിനു എന്നോട് ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ ആ വിവാഹം അവിടെ വെച്ച് നടക്കായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം ബിനുവിൻ്റെ വീട്ടിൽ അന്നത്തെ ഒരു ട്രഡീഷണൽ 3 ദിവസം നിന്ന് 4ാമത്തെ ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിലേക്ക് വന്ന ദിവസം തന്നെ വീട്ടിൽ കുപ്പിയിരിപ്പുണ്ടായിരുന്നു. ഞാൻ കുടിച്ചു. അത് ബിനുവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഷോക്കായി. കാരണം ഞാനൊരു ഇല്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ ഒരിക്കലും അപ്രത്യക്ഷമായി ഇങ്ങനെ ഒരു പ്രോമിസ് ഇങ്ങനെ ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്നവരായിരുന്നു. പുള്ളിക്കാരി വളരെയധികം ബിനു തകർന്നു പോയി ആ കാര്യത്തിൽ.
അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ പിന്നീടുള്ള ചില കാര്യങ്ങൾ പാസ്റ്റർ, നടന്നത് ഇപ്പം കഴിഞ്ഞപ്പോൾ സിസ്റ്ററുടെയൊക്കെ ഒരു പശ്ചാത്തലം ഏതൊരു വിശ്വാസ സമൂഹമായിരുന്നു? മാർത്തോമായോ അതോ ഓർത്തഡോക്സ് തന്നെയായിരുന്നു? അതെ. ഓർത്തഡോക്സിൽ തന്നെ അത് ഞങ്ങളുടെ വിവാഹവും ഞങ്ങളുടെ നടന്നത്. വിവാഹം ശരി. നടന്നത് ഓർത്തഡോക്സിലായിരുന്നു. അടൂർ ഓർത്തഡോക്സ് സെന്റ് തോമസ് കണ്ണങ്കോട് പള്ളി വെച്ചായിരുന്നു ഞങ്ങളുടെ ഓക്കെ. വിവാഹം. സിസ്റ്ററെ ഒരു അത് ചെറുപ്പകാല അനുഭവങ്ങളോ പാസ്റ്റർ ബാക്കി പറയുന്നതിന് മുമ്പ് ഒന്ന് പറയാമോ? അതായത് സിസ്റ്റർ ജനിച്ചു വളർന്ന ആ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച്. ആ അപ്പം ഞങ്ങള് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പൊ അവിടെ വളരെ എൻ്റെ ഫാദർ ടീച്ചറായിരുന്നു, മദർ ഹൗസ് വൈഫ്. അപ്പൊ ഞങ്ങള് ഒരു വെരി സിമ്പിൾ ലൈഫ് ആസ് എ ടീച്ചേഴ്സ് ലൈഫ്, വെരി ഡിസിപ്ലിൻഡ്. എല്ലാത്തിനും ഒരു പെർട്ടിക്കുലർ ടൈമിംഗ് ഉണ്ട്. ഓർത്തഡോക്സിലാണെന്ന് പറഞ്ഞാലും എല്ലാ പ്രാർത്ഥനകളും നോയമ്പുകളും വെരി റിലീജിയസ് കൈൻഡ് ഓഫ് ഫാമിലി ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ഞങ്ങളുടെ. അപ്പം എൻ്റെ ഫാദറിന്റെ പേരൻസ് അപ്പച്ചനും അമ്മച്ചിയും വിശ്വാസത്തിലായിരുന്നു. മദറിന്റെ സൈഡിലും അപ്പച്ചനും അമ്മച്ചിയും വിശ്വാസത്തിലായിരുന്നു. എൻ്റെ ഫാദർ 61ലാണ് ഈ ഒറീസ വരുന്നത്. അപ്പൊ എൻ്റെ ഫാദർ പോയതിനു ശേഷം അപ്പച്ചനും അമ്മച്ചിയും വിശ്വാസത്തിൽ വരുന്നത്. അതുപോലെ തന്നെ മമ്മിയുടെ വീട്ടിലും മമ്മിയുടെ അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ പേരൻസിന്റെ കല്യാണത്തിന് ശേഷം അവർ വിശ്വാസത്തിൽ വരുന്നത്. അങ്ങനെ എൻ്റെ ഫാദറും മദറും മാത്രമേ ഓർത്തഡോക്സിലായിരുന്നു, ബാക്കി എല്ലാവരും തന്നെ വിശ്വാസത്തിലായിരുന്നു. അങ്ങനെ ഞാൻ ചെറുപ്പത്തിലെ ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ പോവും. വെക്കേഷൻ സ്കൂൾ അടയ്ക്കുമ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് നാട്ടിൽ പോവും. നാട്ടിൽ പോകുമ്പോഴൊക്കെ അവിടെ ചെല്ലുമ്പോഴും ഞാൻ എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെ ഇങ്ങനെ പെന്തക്കോസ്ത് ആരാധനയ്ക്ക് അമ്മച്ചിയും ഞാനും കൂടെ പോവും. എൻ്റെ ഡാഡിയും മമ്മിയും ബ്രദറും അവർ ഓർത്തഡോക്സ് പള്ളിയിലും പോവും. അങ്ങനെ ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെ പെന്തക്കോസ്ത് ആരാധനകളൊക്കെ പോയി എനിക്ക് വലിയ താല്പര്യമായിരുന്നു, പാടാനും ആരാധിക്കാനും വർഷിപ്പ് ചെയ്യാനും. ഞാൻ അറിയാവുന്ന പാട്ടുകളൊക്കെ അവിടെ നിന്ന് പാടും. അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി മലയാളം പാട്ടുകൾ അറിയാം. അതുപോലെ സങ്കീർത്തനം പറയാനും ഒക്കെ അങ്ങനെ അമ്മച്ചി എന്നെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ഞാൻ അങ്ങനെ പോകുമായിരുന്നു. എന്നാൽ പക്ഷേല് മെജോറിറ്റി ഓഫ് ദ ടൈം നമ്മൾ പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പം പിന്നെ ഓർത്തഡോക്സ് രീതിയിലുള്ള കാര്യങ്ങളാ വീട്ടിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ ഇപ്പം ചാച്ചൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു മദ്യപാനത്തിന്റെ ഒരു ഇത് കണ്ടപ്പം ഞാൻ വളരെയധികം ഷാറ്റേർഡ് ആയിപ്പോയി. പക്ഷെ അതൊരു മുഖാന്തരമായി എനിക്ക് ദൈവത്തോട് അടുക്കാൻ. അങ്ങനെ ഞാൻ ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അവിടെ രാമിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ടീച്ചിങ്ങിൽ നഴ്സിംഗ് സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ റൂംമേറ്റ് നിഷ എന്ന് പറഞ്ഞൊരു സഹോദരി ഇപ്പൊ ന്യൂയോർക്കിലാണ്. അങ്ങനെ നിഷ ത്രൂ ആണ് ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നത്. നിഷ അങ്ങനെ അവിടെ ബദേൽ ഏജി ചർച്ച് ബാംഗ്ലൂരിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇംഗ്ലീഷ് വർഷിപ്പിൽ. അപ്പൊ എനിക്കും എൻ്റെ ബൈബിളും എല്ലാം ഇംഗ്ലീഷ്, എൻ്റെ മീഡിയം കൂടുതലും ഇംഗ്ലീഷ് അല്ലെ ഹിന്ദിയാണ് ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് വരുന്നതൊക്കെ. അപ്പം എനിക്ക് മലയാളം റണ്ണിങ് മലയാളമേ അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഞാനും അവിടെ അങ്ങനെ ഇംഗ്ലീഷ് ആരാധനയിൽ പോയപ്പം അങ്ങനെ അവിടെ ചെന്ന് ഇത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങിയപ്പം എനിക്ക് അവിടെ ദൈവത്തോട് അപ്പം ഞാൻ അവിടെ ദൈവസ്ഥാനത്തിൽ നിൽക്കുമ്പം ആരാധിക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴൊക്കെ അതെനിക്ക് ഒത്തിരി എന്നെ ഒത്തിരി കംഫർട്ടിങ് ആയിരുന്നു എനിക്ക് ആ സമയങ്ങളിൽ. കാരണം ഇങ്ങേ സൈഡിൽ ഞാൻ ഷാറ്റേർഡ് ആയിട്ടിരിക്കുമ്പം ഇപ്പുറത്തുനിന്ന് എനിക്കൊരു ഭയങ്കര ഒരു ദൈവത്തിന്റെ ഒരു വലിയൊരു സ്വർഗീയ സമാധാനം ഞാൻ എപ്പോഴും അനുഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വചനം കേട്ട് ഞാൻ അവിടെ രക്ഷിക്കപ്പെടാനും ദൈവകൽപ്പന അനുസരിക്കാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. പക്ഷെ അതൊന്നും ഞാൻ ആ സമയത്ത് ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞില്ല. കാരണം എനിക്കറിയാം അത് പറഞ്ഞാൽ അതൊരു ഒത്തിരി ബുദ്ധിമുട്ടായി തീരും. അപ്പൊ ഞാൻ എൻ്റെ പാസ്റ്ററിനോടും അതിൻ്റെ ഒരു കറക്റ്റായിട്ട് അഡ്വൈസ് ചോദിച്ചപ്പോഴും പാസ്റ്റർ എന്നോട് ഒരു വാക്കാ പറഞ്ഞേ, നിന്റെ കർത്താവിനെ നീ മാനിച്ചാൽ ആ കർത്താവ് നിന്റെ ഭർത്താവിനെ ഈ വഴിക്ക് കൊണ്ടുവരും, നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ദൈവം എനിക്കൊരു അസാമാന്യമായ ധൈര്യം തന്നു. ഞാൻ എൻ്റെ ഡാഡി മമ്മിയോടും ചോദിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞു, മോളെ നിന്നെ ഞങ്ങൾ കെട്ടിച്ചു വിട്ടു, നിന്റെ ഭർത്താവ് എന്തു പറയുന്നോ അത് നീ അനുസരിക്കുക, ഞങ്ങൾക്ക് ഇതിനകത്ത് അഭിപ്രായമില്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയാം എൻ്റെ ഭർത്താവിനോട് ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ അവിടെ ഒത്തിരി കലക്കമുണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പാസ്റ്റർ പറഞ്ഞത് കേട്ട് ഞാൻ അങ്ങനെ അവിടെ സ്നാനപ്പെടുമായിരുന്നു. പക്ഷെ അതിന്റെ സമയമായപ്പോൾ ദൈവം അതെല്ലാം അതിന്റെ ഒരു അലൈൻമെന്റിൽ കർത്താവ് വളരെ ഭംഗിയായിട്ട് ദൈവം ഞങ്ങളുടെ ആ ലൈഫിനെ മോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയും
അത് ലീഡ് ചെയ്യാനും ദൈവം സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങള് ഞാൻ ദുബൈയിലും ഞാൻ ബാംഗ്ലൂരും ചാച്ചൻ ദുബൈയിലായിരുന്നു. ബിക്കോസ് എന്നെ കൊണ്ടുപോകാനുള്ള ആ സമയങ്ങൾക്ക് വെയിറ്റ് പീരീഡ് ആയിരുന്നല്ലോ. അപ്പം ഒരു ദിവസം എന്നോട് ഫോണിൽ വിളിച്ചപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബിനു നിനക്കറിയാം സ്നാനം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ബൈബിളിലുണ്ട്, നിനക്ക് അതിനെ പറ്റി വല്ലതും അറിയാമോ? അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ് അച്ചാച്ചാ ഞാൻ സ്നാനപ്പെട്ടതാന്ന് പറഞ്ഞു. സോ അത് എനിക്കൊരു അത് ദ വേ അത് ഒരു ദൈവത്തിന്റെ ഒരു ഭയങ്കര വലിയൊരു പദ്ധതിയാണ് ദ വേ ഗോഡ് യുണൈറ്റഡ്. സോ ദൈവം ഞങ്ങളെ രണ്ടുപേരെയും രണ്ട് രീതിയിൽ കർത്താവ് സ്പർശിക്കുമായിരുന്നു, രണ്ട് സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ. ദോ വി മ്യൂച്വലി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരു ടെൻഷൻ, കാരണം പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആകേണ്ടി വരുമോ എന്ന് വരെ ഒരു സ്ഥിതി ഉണ്ടായി. അപ്പം സോ ബെറ്റർ വി കീപ് ക്വയറ്റ്, എന്നിട്ട് തക്ക സമയമാകുമ്പം പറയേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പം ദൈവം തന്നെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് അത് പറയാമല്ലോ എന്ന് വെച്ചുകൊണ്ടിരുന്നപ്പം അത് ബ്യൂട്ടിഫുള്ളി ദൈവം ഞങ്ങളെ അത് കണക്ട് ചെയ്തു. അവിടെ പാസ്റ്ററുടെ ഭാഗം ഇനി തിരിച്ച് നമുക്ക് വരേണ്ടത്. അതെ, അപ്പോൾ തന്നെ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, എനിക്ക് ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങളുമായി ഹൃദയത്തിനകത്ത് ഭയങ്കരമായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കാൻ എനിക്ക് പറ്റാത്ത രീതിയിൽ അത്രമാത്രം യാഥാസ്ഥിതിക ഓർത്തഡോക്സ് വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. അതിൻ്റെ ഇടയിലാണ് എനിക്ക് വേരിയേഷനൊക്കെ ഉണ്ടാകുന്നത്. ഞാനിങ്ങനെ ഹൈന്ദവ വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് ഇടയ്ക്ക് പോകുന്നതും സന്യാസം ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ ഒരു സംഭവത്തെ എടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കിളിവേല ദേശത്ത് അന്ന് ഒരു IPC സഭയുണ്ട്. അവിടുത്തെ ഒരു ദൈവദാസൻ, എനിക്കിന്നും അദ്ദേഹത്തിന്റെ മുഖം നന്നായി ഓർക്കുന്നില്ല. ഇത്രയും എനിക്ക് ഓർമ്മയുള്ളത് ആ കാലഘട്ടത്തിൽ ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം. ശരിക്കും മദ്യപിക്കും, ഞായറാഴ്ചകളിലൊന്നും പള്ളിയിൽ പോകത്തില്ല, സൺഡേകളിലൊക്കെ ഞാൻ കവലയിലായിരിക്കും. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഞാൻ പ്രവർത്തിക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഈ ദേവദാസൻ, എനിക്കറിയാം, ഒരു കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും, ഇൻ ചെയ്തിട്ടില്ല, കയ്യിലൊരു ചെറിയൊരു ബാഗ്, ആ ബാഗിനകത്ത് വേദപുസ്തകം. പക്ഷെ ഞാനിങ്ങനെ ഇദ്ദേഹത്തെ ഞായറാഴ്ച ഇദ്ദേഹം ആരാധന കഴിഞ്ഞൊരു 12:30-1 മണിക്ക് ബസ് കയറാൻ കൊട്ടാരക്കര റൂട്ടിലേക്ക് നിൽക്കുക. അന്ന് ഈ കാറും കാര്യങ്ങളൊന്നുമില്ല, ഒരു സാധു ദൈവമനുഷ്യനാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന കാര്യം, അന്നത്തെ എൻ്റെ മാനസിക ഭാവം വ്യത്യസ്തം. പെട്ടെന്ന് ഞാൻ ചിലപ്പോൾ മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത്, ഞാൻ അകത്തോട്ട് ചെന്നിട്ട് അദ്ദേഹത്തോട് ഒരു വല്ലാത്ത അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു, നാടൻ രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു, മേലാൽ ഈ ദേശത്ത് ഇനിയും കണ്ടുപോകരുത്, അടുത്ത ആഴ്ച ഇവിടെ വന്നാൽ ഞങ്ങൾ അടിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഹിന്ദുക്കളും ഓർത്തഡോക്സുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നവരാ, ഇവിടെ മറ്റൊരു മതത്തിന്റെയോ ഈ രീതിയിലുള്ള പ്രചാരകരെയൊന്നും ഇവിടെ ആവശ്യമില്ല. അങ്ങനെ രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് വളരെ കഠിനമായി, വളരെ രോക്ഷത്തോടെ, ധാർഷ്ട്യത്തോടെ, നികളത്തോടെ, അഹങ്കാര മനോഭാവത്തോടെ ഞാൻ സംസാരിക്കും. പക്ഷെ ദേവദാസനിൽ നിന്നുള്ളൊരു റെസ്പോൺസ് ഒരൊറ്റ വാക്ക് എന്നോട് പറഞ്ഞുള്ളൂ, കുഞ്ഞെ, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഒരു ദിവസം നീ എടുക്കും. ഞാനതിന് കൊടുത്ത മറുപടി എനിക്കിവിടെ പറയാനൊക്കത്തില്ല, ഒരു സഭ്യമല്ലാത്ത ഭാഷ തിരിച്ചു മറുപടി. അദ്ദേഹം അവിടുന്ന് ആ ബസ് കയറിപ്പോയി. പക്ഷേ ഫിന്നി പാസ്റ്ററെ, ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോഴും എൻ്റെ ഹൃദയം അത്രമാത്രം ഞാൻ ഇമോഷണലാവും ആ ഒരു സംഭവം. ഞാൻ ഈ സ്നാനപ്പെടാൻ തീരുമാനിച്ച് ദുബൈ വെച്ച് ഞാൻ സ്നാനക്കുളത്തിൽ നിന്ന് കയറുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പിക്ചർ ഒരു ഫ്ലാഷ് ലൈറ്റ് മിന്നുന്ന പോലെ എൻ്റെ ഹൃദയത്തിനകത്ത് കൊണ്ടുപോകും. വർഷങ്ങൾ ഞാൻ മറന്നിരുന്ന കാര്യം ഞാൻ മനസ്സിലാക്കി, എൻ്റെ സ്വർഗത്തിലെ കർത്താവെ, നിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഞാനെന്ന്. ഇന്ന് ഈ സ്നാനം കഴിഞ്ഞ് ഇവിടെ കയറി നിൽക്കുമ്പോൾ, അന്ന് ബിനു ഉണ്ട് എൻ്റെ കൂടെ, വന്നു, ഞാൻ ദുബൈയിൽ കൊണ്ടുവന്നു, ഞങ്ങൾ ഒരുമിച്ച എൻ്റെ സ്നാനത്തിൽ ബിനു ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ ഒരു തിരിച്ചറിവ്, ഒരു ആത്മീയ തിരിച്ചറിവില്ല. ഞാൻ ആ മനുഷ്യനെ, ആ ദൈവ മനുഷ്യനെ ഞാൻ ശരിക്കും വേദനിപ്പിച്ചാണ് അവിടുന്ന് യഥാർത്ഥത്തിൽ വിട്ടത്. സ്വർഗത്തിലെ ദൈവം അത് കുറിച്ചു വെച്ചു. അവന്റെ അത് തന്നെ ഇപ്പോഴും ഞാൻ പുൾപിറ്റിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവസഭയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, അവിടെങ്കിൽ ആരാധനയിൽ ഞാൻ നിന്ന് ആരാധിക്കുമ്പോൾ എപ്പോഴും എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട്. ഈ ഒരു അനുഭവം എല്ലാ ആഴ്ചകളിലും പരിശുദ്ധാത്മാവ് എന്നെ പ്രോംപ്റ്റ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ എവിടുന്നാണ് ഞാൻ കൊണ്ടുവന്നത്, എവിടെയാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്? ശരിക്കും കുഴഞ്ഞ ചേറ്റില്ല, ഒരു മദ്യപാനിയായി കൈ വിറയ്ക്കുന്ന, ഭാര്യയുമായി വഴക്കുണ്ടാക്കുന്ന മദ്യപാനി എന്ന് പറഞ്ഞാൽ, ബിനു എപ്പോഴും എന്നോട് പറയും, കുടിക്കരുത്, ശരീരത്തിനത്, കാരണം മെഡിക്കൽ ഫീൽഡിലുള്ളത് കൊണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ധാർഷ്ട്യവും നികളവും ഒക്കെ ഞാൻ അടിച്ചിട്ടില്ല ഒരിക്കലും ബിനു, ശരീരത്തിൽ തൊട്ടിട്ടില്ല. പക്ഷെ വാക്കുകൊണ്ട് ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ. എൻ്റെ മദ്യപാനത്തിനൊക്കെ എൻ്റെ ടെൻഷൻ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ തന്നെ.
അപ്പോ ഞാൻ ഈ സ്നാനപ്പെടുവാനുള്ള കാര്യം തീരുമാനിക്കുമ്പോൾ തന്നെ ദുബൈ വന്ന ശേഷം ഞാൻ അന്നേരം സ്നാനപ്പെട്ടിട്ടില്ല. ഞാൻ ഈ മദ്യപാനം തുടരുകയാണ്. ഇടയ്ക്ക് ഓഫ് ആവും, ഓൺ ആവും, ആക്റ്റീവ് ആവും, ഓഫ് ആവും, ഓൺ ആവും. ഇപ്പുറത്ത് ഈ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനൊരു വേറൊരു കാര്യം കൂടെ ഇതിന്റെ ഇടയിൽ ഓർമ്മപ്പെടുത്താനുണ്ട്. ഈ ടെൻഷൻ ഇങ്ങനെ കൂടിക്കഴിയുമ്പോൾ ബിനു വരുന്നതിന് മുമ്പ് ഒരു സംഭവം നടന്നു. ഈ സ്നാനത്തിലേക്ക് എന്നെ നയിക്കുന്നതിന് ഒരു കാരണമുണ്ട്. എനിക്ക് ടെൻഷൻ കൂടിയപ്പോൾ എന്റെ റൂമിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് ബാച്ചിലേഴ്സ് താമസിക്കുമ്പോൾ അവിടെ ഒരു ബദറൻകാരൻ കുഞ്ഞെന്റെ റൂമിലുണ്ട്. അവനോട് എപ്പോഴും പറയും, അച്ഛാ നമുക്കൊരു മീറ്റിങ്ങിന് പോകണം വെച്ചാൽ മീറ്റിങ്ങിന് പോകണം വെച്ചാൽ അച്ഛൻ ഇങ്ങനെ ഇത്രയും കുടിക്കരുത്, കുടിക്കുന്നത് ശരിയല്ല, അച്ഛൻ ഒരു സമാധാനമില്ലല്ലോ, സ്വസ്ഥതയില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു മീറ്റിങ്ങിന് അവരുടെ പോയി ജസ്റ്റ് അവിടെ ഇരുന്ന്. എനിക്ക് ഇന്നത്തെ താല്പര്യമില്ല, കാരണം ഞാനുമായിട്ട് മാനസികമായിട്ട് ചേരാത്തൊരു കാര്യത്തിനാണ് ഞാൻ പോയിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു സമാധാനം കിട്ടണം എന്നുള്ളൊരു താല്പര്യം. അപ്പോൾ തന്നെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഗീവർഗീസ് പാസ്റ്റർ IPCയുടെ ഒരു സീനിയർ ദേവദാസനായിരുന്നു ദുബൈയിൽ. അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു കോട്ടേജ് മീറ്റിങ്ങിന് വേറൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, വായിച്ച ഒരു ദിവസം ഞങ്ങളോട് വരൂ, ഒരു മീറ്റിങ്ങിന് വരൂ, അച്ഛൻ ഇങ്ങനെ ഒത്തിരി കുടിച്ചു വല്ലാതെ ഇരിക്കുന്നു. അപ്പൊ ഞാനൊരു എന്തെങ്കിലും ആകട്ടെ, ഇദ്ദേഹത്തിന്റെ ഒരു നിർബന്ധത്തിന്, സാറിന് ഒത്തിരി അടുത്ത ആളുകൾ നിർബന്ധിക്കുമ്പോൾ നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച്. അതുപോലെ എനിക്ക് ടെൻഷനും ഉണ്ട് ബിസിനസിൻ്റെതായ കാര്യം. ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ അന്ന് അവിടെ ഒരു ദൈവദാസം വന്നു, ഒരു ചെറുപ്പക്കാരൻ, കണ്ണിന് അത്രമാത്രം കാഴ്ചയില്ല, വടി കുത്തിയിട്ടുണ്ട്. എനിക്കിപ്പോഴും അറിയത്തില്ല ആരാണെന്നും എനിക്കറിയത്തില്ല അന്നത്തെ സമയത്ത്. ആ മീറ്റിംഗ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ, കോട്ടേജ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ദേവദാസൻ പുറകോട്ട് വരിക, വടി ഇടിച്ചിട്ട്. എന്നിട്ട് ഈ പുറകോട്ട് വരുംതോറും എന്റെ നെഞ്ചെടുപ്പ് കൂടുന്നുണ്ട്, എന്റെ അടുത്തോട്ടാണോ എന്നുള്ളത്. പക്ഷെ എന്റെ അടുത്ത് ഈ ദേവദാസൻ വന്ന് നിന്നിട്ട് എന്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറയാണ്, നീ എന്റെ ദാസനാണ്, എന്റെ വേലയ്ക്കായിട്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, നിനക്ക് എവിടെയും പോകാനൊക്കില്ല, എന്റെ വേലയാണ് നിന്നെ കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൈൻഡ് ഓഫ് ഒരു, ഞാൻ അത്ര വ്യക്തമായി ഓർക്കുന്നില്ല, പക്ഷെ അതിന്റെ ഒരു മെസ്സേജ് ഇതാണ്, എനിക്ക് നീ എന്റെ വേലക്കാരാണ്. പക്ഷെ ആ സമയം തന്നെ ഞാൻ മനസ്സിലത് റിജക്റ്റ് ചെയ്യും, എനിക്കിതിന്റെ താല്പര്യമില്ല എന്നുള്ളത്. ഞാൻ എങ്ങനെങ്കിലുമൊക്കെ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ഇതെല്ലാം ദൈവത്തിന്റെ വലിയ പദ്ധതിയായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ പറയട്ടെ, ഈ മദ്യപാനത്തിന്റെ ഇതിനകത്ത് 2 പ്രാവശ്യം ദുബൈ ജയിലിൽ കിടന്നു. അടിയുണ്ടാക്കും. കാരണം ഞാൻ എപ്പോഴും ഒരു വലിയ പ്രതികരണം കൂടിയ ഒരാളാണ്. കാരണം എന്ത് കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കും ഞാൻ. എനിക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, എന്തിനോടും പ്രതികരിക്കണം എന്നുള്ളൊരു വലിയ മനസ്സിനകത്ത് അങ്ങനെ ഇതൊരു പൈശാചികമായ ഒരു ശക്തിയാണെന്ന് ഇപ്പോൾ ഞാൻ അതൊക്കെ തിരിച്ചറിയും. ഞാൻ അങ്ങനെ ബാറിലൊക്കെ പോയി അടിയുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, കൂട്ടുകാരും ഒക്കെ ആയിട്ട് പോയി. ഒരു പ്രാവശ്യം ഇങ്ങനെ അടിയുണ്ടാക്കി, ഒരു ബാറിൽ അടിയുണ്ടാക്കി, ഹോട്ടലിന്റെ വെളിയിൽ വന്ന് എൻ്റെ പൂച്ചട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് പോലീസ് വന്നു പിടിച്ചു. അതൊരു ലോങ് ആയിട്ടൊരു സ്റ്റോറിയാണ്. പക്ഷെ ഞാൻ എന്നെ ജയിലിലിട്ടു. ദൈവം അത്ഭുതകരമായി വേറെ 1-2 സോഴ്സിലൂടെ ഞാൻ അവിടുന്ന് ഇറങ്ങി. കേസുണ്ടായിരുന്നു. പിറ്റേ വർഷം സെയിം ഇത് തന്നെ ആവർത്തിച്ചു. ഇതേ കേസ് തന്നെ വീണ്ടും പാറിപ്പോയി, ഞാൻ അടിയുണ്ടാക്കി, എന്നെ പോലീസ് പിടിച്ചു, ജയിലിലായി. 2ാമത്തെ പ്രാവശ്യം കോർട്ടിൽ അത് വരുമ്പോൾ പോലീസുകാരൻ എന്നോട് പറഞ്ഞത്, ബെഞ്ച് ക്ലാർക്ക് എന്നോട് പറഞ്ഞത്, ഇപ്രാവശ്യം നീ രക്ഷപ്പെടത്തില്ല, കാരണം സെയിം കുറ്റം നീ 2ാമതും ആവർത്തിച്ചിരിക്കുക. പക്ഷേ ഫിലിപ്പാസ്റ്റർ, ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ കാരാഗ്രഹത്തിനകത്തുനിന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുക. ദൈവം എന്നെ കൊണ്ടുപോവുക അങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ. ഞാൻ ജീവിക്കുന്ന ദൈവമെന്നും ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമെന്നും എത്ര കുഴഞ്ഞ ചേറ്റിലാണ് നീ കിടക്കുന്നതെന്നും എനിക്ക് അവിടുന്ന് എൻ്റെ പദ്ധതിയുടെ ഭാഗമായി എൻ്റെ വേലയ്ക്ക് വേണ്ടി എത്ര മാനമില്ലാത്തവനാണെങ്കിലും, എത്ര അഴുക്ക് പറ്റിയവനാണെങ്കിലും, എത്ര സമൂഹം വെറുക്കുന്നവനാണെങ്കിലും, ആർക്കും വേണ്ടാത്തവനാണെങ്കിലും, നീ നിന്നെ തന്നെ വെറുക്കുന്നവനാണെങ്കിൽ, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ ഉപയോഗിക്കണം. ഇതായിരുന്നു യേശു കർത്താവിന് എന്നോടുള്ള ഒരു വലിയ സന്ദേശമെന്ന് ഈ സംഭവങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കുക. ഞാൻ അവിടുന്ന് 2ാമതും അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു. അതൊക്കെ വലിയ സ്റ്റോറി ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിന്, കാനഡയിലേക്ക് പോരുന്നതിന്, പിന്നെ ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ അവിടെ ഒരു ദൈവസഭയുടെ ഭാഗമായി പ്രവർത്തിച്ചു, ദൈവസഭയുടെ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ തന്നെ പറയട്ടെ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ വെളുപ്പിനാണ് നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത്. ഞങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങനെ വേർപെട്ടു. ഞാൻ മദ്യപാനം നിർത്തി. അപ്പോൾ ഷാർജയിൽ റൂമിലിരിക്കുമ്പോഴാണ് ഒരു വലിയ എൻകൗണ്ടർ എനിക്ക് ഉണ്ടാകുന്നത്. രാവിലെ വെള്ളിയാഴ്ച ദിവസം അവിടെ അവധിയാണ്. കൂട്ടുകാരൊക്കെ ഉണ്ട്. എനിക്കൊരു 10-40 കൂട്ടുകാരുണ്ട്. മിക്കവാറും ആഘോഷങ്ങളിലൊക്കെ ഇവരിപ്പം മദ്യമാണ് പ്രധാന ഐറ്റം അവിടെ വിളമ്പുന്നത്, ഭക്ഷണവും മദ്യവും. അപ്പൊ ബിനു ഇതൊക്കെ ഒരു മൂകസാക്ഷിയാണ് പലപ്പോഴും. ഇതൊക്കെ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നടന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് ഞാൻ ഷാർജ റൂമിൽ ഇരിക്കുമ്പോൾ ഈ മദ്യപാനത്തിന്റെ ഇതിൽ ഞാൻ ഇങ്ങനെ ഗ്ലാസ് എടുത്ത് കുടിക്കാൻ, കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് എൻ്റെ. കാരണം അന്ന് രാവിലെ ഒരു പെഗ് അടിച്ചില്ലേ കൈ വിറയ്ക്കും, നന്നായി വിറയ്ക്കും. സിഗരറ്റ് വലിക്കും.
അപ്പൊ ഈ എടുക്കുമ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ശബ്ദം ഞാൻ കേൾക്കുക, ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്നെ കടിച്ചു കീറിക്കളയും, എന്റെ വേലയ്ക്ക് വേണ്ടി നീ സമർപ്പിക്കപ്പെടേണ്ടത്. ഈ ഒരു വലിയ ശബ്ദം എന്റെ കാതുകൾ വന്നളിക്കുക. ഞാൻ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു പോയി. എനിക്കത് മനസ്സിലായി, ദൈവത്തിന്റെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രോംപ്റ്റാണ് എന്നെ ഇതിനകത്തുനിന്ന് വിടുവിക്കാൻ. പാസ്റ്ററെ പറയട്ടെ, ഞാൻ അന്നേരം തന്നെ 1.5 കുപ്പി കള്ള് ഷാർജയിലെ റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് ബിനുവിനോട് പറഞ്ഞു, ബിനു ഞാൻ ഇനി മദ്യപിക്കുന്നില്ല. സിഗരറ്റിന്റെ പാക്കറ്റും ഈ കുപ്പിയുടെ അരക്കുപ്പിയുടെ ആദ്യം കമത്ത്. അപ്പൊ ബിനു ഓടി വന്ന് എന്നോട് പറഞ്ഞു, വേണ്ട വേണ്ട, കാരണം പലപ്പോഴും തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി പൈസ പോകും, ഇത് ഒഴിച്ചു കളഞ്ഞ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ, ഇത് കളയണ്ട, ഇത് രണ്ടാമത് കുടിക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തോന്നും ഇത്, അല്ലെ 2 ദിവസം കഴിയുമ്പോൾ തോന്നും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തൊടാൻ പറ്റില്ല, ഞാനത് ഉപേക്ഷിക്കായിരുന്നു അന്ന് അവിടെ വെച്ച്. അത് എൻ്റെ ഒരു ജീവിതത്തിന്റെ വലിയ വഴിത്തിരിവായിരുന്നു. അന്ന് മദ്യപാനവും സിഗരറ്റ് വലി ഞാൻ ഉപേക്ഷിച്ചു, ഞാൻ കർത്താവിനായി സമർപ്പിച്ചു. മദ്യവായിൽ ഞാൻ അവിടെ ഇരുന്ന് മുട്ടിന്മേലിരുന്ന് കരഞ്ഞു, ദൈവസനിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ദേവദാസനുമായി പെട്ടത് എനിക്ക് നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്നു ആ ദേവദാസനുമായിട്ട്. അങ്ങനെ ഞാൻ ആ മീറ്റിങ്ങുകളൊക്കെ പിന്നീട് പോകാൻ തുടങ്ങി. വലിയ ആവേശത്തോടെ പരിശുദ്ധാത്മാവ് പിന്നെ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ വലിയ ആഴത്തിലുള്ള മർമ്മങ്ങളും ഒക്കെ ഗ്രഹിപ്പിച്ചു തന്നു. ഞാൻ പിന്നൊരു അത്യാർത്തി പൂണ്ട് പിന്നെ ഭയങ്കര ആത്മദാഹത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു വലിയ തീരുമാനം. ഇറ്റ്സ് എ ട്രമൻഡസ് മിറക്കുലസ് ഒരു ചേഞ്ച് ആയിരുന്നു. അത് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. അത് ഏറ്റവും കൂടുതൽ ദൃക്സാക്ഷിയും അതിന് എൻ്റെ കൂടെ നിന്നതും ബിനുവാണ്. ബിനുവിനത് വ്യക്തമായിട്ട് അറിയാം എൻ്റെ ജീവിതത്തെ അങ്ങനെ അത്രമാത്രം പിടിച്ചുലയ്ക്കുക. അങ്ങനെ ഒരു വലിയ ടോട്ടലി അത് ബിനുവിന നന്നായി, അത് വേറൊരാളിനേക്കാൾ ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് അത് അനുഭവേദ്യമായ അതിന്റെ ടെൻഷനും അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട ദൈവസന്നിധിയിൽ അങ്ങനെ ആയിത്തീരുകയും ഞാൻ കർത്താവിന്റെ പേരിലുള്ള ബന്ധത്തിൽ ക്യാമ്പുകളിലൊക്കെ പോയി ദേവദാസനും സഭയോട് ചേർന്ന്, പിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് പിന്നെ പാസ്റ്ററെ, ആ സഭയോട് ചേർന്ന് നോക്കുമ്പോൾ ഞാനൊരു പിച്ച വെച്ച് നടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ, ഒരു പൊട്ടനെ പോലെ ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് ഒന്നും അറിയത്തില്ല, കർത്താവ് എന്നെ വളർത്തണം, എനിക്ക് വചനം അറിയത്തില്ല, പിന്നെ ഒന്നും അറിയത്തില്ല. ഞാൻ യഥാർത്ഥത്തിൽ ഒരു പൊട്ടനായി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമായിരുന്നു. നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കും. പിന്നെ ഞാൻ പറയട്ടെ, അവനങ്ങനെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്നെ കൈത്താങ്ങിയ പ്രാർത്ഥിച്ച ഒത്തിരി ആളുകളൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്കെപ്പോഴും പിന്നെ നഷ്ടപ്പെട്ടു പോയ സമയത്തെക്കുറിച്ച് ഞാൻ ഓർത്ത് എനിക്കൊരു കുറ്റബോധമൊന്നുമില്ല. പക്ഷെ അതിലൂടെയൊക്കെ ദൈവത്തിന് കടത്തിക്കൊണ്ട് വരണമായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തെ ഇത്രമാത്രം പിന്നെ ദൈവാനുരൂപമായി ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് എന്നെ വളർത്തിയെടുക്കുന്നതിൽ എൻ്റെ കൂട്ടുതുണ ബിനു വഹിച്ച പങ്കെന്ന് പറയുന്നത് വളരെ ക്ഷമാപൂർവം എന്നെ സഹിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്നെ ചുമന്നുകൊണ്ട് പോവുക, എന്നെ വഹിച്ചുകൊണ്ട് പോവുക. പലപ്പോഴും പിന്നെ മദ്യപാനത്തിൽ നിന്ന് എന്നെ പലയിടത്തുനിന്ന് റെസ്ക്യൂ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വേറെ പോലീസൊക്കെ പിടിച്ചിട്ടുണ്ട്. വീട്ടിൽ ബിനു തന്നെ എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അത്രമാത്രം വളരെ ഭീകരമായ അവസ്ഥയിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്നെ ഉപേക്ഷിക്കാതെ, കളയാതെ എന്നെ ചേർത്ത് കൂടെ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ ബിനുവിന്റെ ഒരു സ്നേഹം, അതൊരു ദൈവിക സ്നേഹമായിരുന്നു ഞങ്ങളെ ഒരുമിപ്പിച്ചത്. ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ, കാരണം ഞാനൊരു സാധാരണ ഡിഗ്രിക്കാരൻ. ബിനുവിനെ സംബന്ധിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള, ഏകദേശം 4 ഭാഷകൾ ഫ്ലുവൻ്റായി ബിനു സംസാരിക്കും. ഇംഗ്ലീഷ് നന്നായി, മലയാളം നന്നായി. ഇപ്പോൾ ആദ്യം അത്ര ഇതില്ലായിരുന്നെങ്കിൽ തന്നെ എൻ്റെ കൂടെ കൂടി ഞാനൊരു തനി മലയാളി, പച്ച മലയാളി ആയതുകൊണ്ട് നന്നായി സംസാരിക്കും. അതുപോലെ തന്നെ ഹിന്ദി വളരെ ഫ്ലുവൻ്റായി സംസാരിക്കും. പിന്നെ ഒഡിയ ഭാഷ. അപ്പൊ ഇങ്ങനെ ബംഗാളി സംസാരിക്കും. അപ്പൊ 5 ഭാഷകൾ സംസാരിക്കുന്ന ഒരാളിനെയാണ് കർത്താവ് എനിക്ക് കൂട്ടുതുണയത്. അപ്പൊ ഞാനും ഇതിനോട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഐ ആം നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ, ബട്ട് ഇപ്പോഴും എനിക്ക് സബ്മിസീവായി ഒരു ഭർത്താവ് എന്ന ബഹുമാനവും ആദരവും സ്നേഹവും കരുതലും ഒക്കെ തന്ന് എന്നെ ഈ മിനിസ്ട്രിയിൽ, ഞാൻ എപ്പോഴും സഭയിലെ ആളുകളോട് തന്നെ പറയാറുണ്ട്, ഈ മിനിസ്ട്രിയിലെ എൻ്റെ ബാക്ക് ബോൺ കരുത്ത് കർത്താവ് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ ബിനു തന്നെ. ഞാൻ ഇടുന്ന ഡ്രസ്സ് പോലും, അല്ലെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ പാമ്പർ ചെയ്യുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ പുറകിൽ നിന്ന് അത്രമാത്രം ആൾക്കാർക്ക് അറിയത്തില്ല. ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നു, പക്ഷെ എൻ്റെ പുറകിൽ ബിനു എന്ന ഒരു ദൈവ പൈതൽ, ഒരു തക്ക തുണ കർത്താവ്. ഞാൻ ഈ തക്ക തുണ എന്ന് പറയുന്നതിനകത്ത് പലപ്പോഴും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം എനിക്ക് നന്നായി എനിക്കറിയാം.
ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഒരു കുടുംബത്തിന്റെ ഹാർമണി, പരസ്പരമുള്ള സ്നേഹം, വിശ്വാസം, ബഹുമാനം, ഒക്കെ നമ്മൾ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പൊരുത്തക്കേടുകളുണ്ട്, ചിലപ്പോൾ ഉണ്ടാകാം, ആർഗ്യുമെന്റ് ഉണ്ടാകാം, ഡിസഗ്രിമെന്റ് ഉണ്ടാകാം. അതൊക്കെ ക്വയറ്റ് നാച്ചുറലാണ്. പക്ഷെ ആത്യന്തികമായി ആ ഹൃദയത്തിന്റെ ആ സ്നേഹം, ദൈവിക സ്നേഹത്തിന്റെ ആഴം, അത് ഓരോ നിമിഷങ്ങളിലും പരസ്പരം മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ ദൈവം തരുന്ന ഒരു വലിയ ഭാഗ്യം, അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ ഞങ്ങൾ ആ സഭയിൽ നിന്നും, ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാതിരിക്കാനൊക്കത്തില്ല, കാരണം അന്ന് ആ സഭയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരു ടൈറ്റിങ്ങിന്റെ കാര്യം എനിക്കത് എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം കർത്താവിനും കർത്താവിന്റെ വേലയ്ക്കും കൊടുക്കുന്നതിന്റെ ഒരു പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഞങ്ങളന്ന് വളരെ പിശുക്കാണെന്ന് ചോദിച്ചാൽ, എന്തിനാ സഭയെ പൈസ കൊടുക്കുന്നത്? കർത്താവിന്റെ സഭയ്ക്ക് എന്തിനാ പൈസ കൊടുക്കുന്നത്? ഇപ്പൊ ഞങ്ങളൊരു സാധാരണ ചെറിയൊരു എമൗണ്ട് ഇങ്ങനെ സഭയെ കൊടുക്കും, ചെറിയൊരു പൈസ കൊടുക്കും, അത് മതി എന്നുള്ളതാണ്. പക്ഷെ ഒരു ദൈവദാസൻ അവിടെ വന്ന് ഒരു പ്രാവശ്യം ഒരു വചനം ശുശ്രൂഷിച്ചപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അത് സ്പർശിച്ചു. കാരണം ബിനുവിനെ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എപ്പോഴും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും സഹായം ചെയ്യുന്നതിൽ ബിനു എപ്പോഴും ഒരു വലിയൊരു തുറന്ന മനസ്സാണ്. പക്ഷെ ഞാൻ അന്നത്തെ സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ വെച്ചായിരിക്കാം കൊടുക്കുന്നതിനകത്ത് വളരെ പക്ഷെ ആ മെസ്സേജ് ഞാൻ കേട്ടതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഷാർജയിലെ റൂമിൽ ഇരുന്നൊരു തീരുമാനം എടുക്കുകയാണ്. എല്ലാ മാസങ്ങളിലും ഇനിയും ദൈവം തന്ന പൈസയെ മോഷ്ടിക്കരുത്. അങ്ങനെ ദൈവദാസൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന് കർത്താവിന് കൊടുക്കേണ്ടതിനെ നിങ്ങൾ മോഷ്ടിക്കരുത്, നിങ്ങളൊരു മോഷ്ടാവായി തീരരുത്. സഭയ്ക്ക്, കർത്താവിന്റെ സഭയ്ക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക, കൃത്യമായി ടൈറ്റ് കൊടുക്കുക. അപ്പൊ ഞങ്ങൾ അത് തീരുമാനമെടുത്തു. ഞങ്ങൾ തീരുമാനമെടുത്തത് അന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ, അപ്പൊ ഞങ്ങൾ വചനം വന്ന് കൃത്യമായിട്ട് ആ ദേവദാസൻ ഒരു പാസ്റ്റർ വന്നൊരു ക്ലാസ് എടുക്കുക ടൈപ്പിങ്ങിനെ കുറിച്ചുള്ള കാര്യം. അപ്പോൾ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നതിന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം എന്നിട്ട് അതും ഞങ്ങൾ അന്ന് എടുത്തൊരു തീരുമാനം. ഞങ്ങളുടെ ദൈവദാസന് ഞങ്ങളെ വചനം പഠിപ്പിക്കുകയും ഞങ്ങളെ മെന്റർ ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ സഭാ ശുശ്രൂഷകന് ഞങ്ങളുടെ നന്മയുടെ ഒരു പോർഷൻ കൊടുക്കണം എന്നുള്ള വലിയ ആത്മീയ പാഠത്തെ, അതുപോലെ തന്നെ ദൈവസഭയ്ക്ക് കൊടുക്കുവാനുള്ളതിൽ മോഷ്ടിക്കരുത്, ദശാംശം കൃത്യമായി കൊടുക്കുക. ദൈവത്തിന്റെ മഹാകൃപയാൽ ഈ നിമിഷം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയം ഞങ്ങൾ ഇതിപ്പോൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവിന്റെ മഹാകൃപ, അതിന്റെ നന്മകളെ കുറിച്ച് ഞങ്ങൾക്ക് ഇനി ഒത്തിരി പറയാനുണ്ട്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച വിധം, ഞങ്ങളെ നടത്തുന്ന വിധം, ഞങ്ങളെ അത്ഭുതകരമായി ഫസ്റ്റ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമാണ്. ഞങ്ങളെ ഇവിടെ എത്തി നിൽക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പം കണ്ണുനീരും സ്തോത്രവും അല്ലാതെ ഞങ്ങളുടെ നാവിൽ നിന്ന് മറ്റൊന്നും വരാണ്ട് ഒരു പുകഴ്ചയില്ല. കാരണം ഞാനെന്ന മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടവനാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ. പക്ഷെ ദൈവത്തിന്റെ മഹാകൃപയാൽ ദൈവം തന്ന ആരോഗ്യവും ആയുസ്സും തക്ക തുണയും കുടുംബവും, ഞങ്ങൾക്കൊരു മകനാണ് ജോയൽ എന്ന പേര്. അവന് ഡിഗ്രി കഴിഞ്ഞു, ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പറയാനുള്ള ഒരു കാര്യം, എനിക്ക് ജ്യേഷ്ഠ സഹോദരൻ, എൻ്റെ ഇളയത് എൻ്റെ പെങ്ങളാണ്. എൻ്റെ ജ്യേഷ്ഠന്റെ കല്യാണം കഴിഞ്ഞ് 11 വർഷം കുഞ്ഞുങ്ങളില്ല. എൻ്റെ പെങ്ങളുടെ വിവാഹശേഷം 7 വർഷം കുഞ്ഞുങ്ങളില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വിവാഹം നടന്നു. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ജോയൽ മോനാണ് ആദ്യം ആ കുടുംബത്തിൽ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു കുടുംബത്തിൽ ജ്യേഷ്ഠ സഹോദരന് 11 വർഷം, പെങ്ങൾക്ക് 7 വർഷം, ജോയൽ മോന് ആദ്യമായി ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും. അത് കഴിഞ്ഞ ശേഷം അതെന്ന് പറഞ്ഞ് ജോയൽ മോൻ ഉണ്ടായ 3 വീക്സ് കഴിഞ്ഞപ്പം സഹോദരി പ്രഗ്നന്റ് ആയി. അതിന്റെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം ജ്യേഷ്ഠത്തി പ്രഗ്നന്റ് ആയി. ഇറ്റ് വാസ് ലൈക്ക് എ കേഴ്സ് ബ്രേക്ക് ചെയ്യുന്ന പോലെ ഒരു ദൈവം മുറിച്ച് എടുത്ത് ഒരു വലിയ വിടുതൽ ദൈവം അയച്ചു. സ്തോത്രം. അപ്പൊ അത് ഒരു വലിയ അത്ഭുതമായിരുന്നു ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ച്. പെങ്ങളും കുടുംബവും ഒക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അമ്മ അങ്ങനെ പത്രോസ് തന്നെ നിൽക്കുന്നു. കൃത്യസമയത്ത് കർത്താവ്, ജ്യേഷ്ഠനും കുടുംബവും ഉണ്ട്, അവരെല്ലാം കൃത്യസമയത്ത് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ഈ വലിയ മഹാകൃപയിലേക്ക്, ഈ വലിയ ദൈവത്തിന്റെ വലിയ പദ്ധതിയിലേക്ക് കർത്താവരെയും കൊണ്ടിട്ട് ഞങ്ങൾ വിശ്വസിക്കുക. അതുപോലെ ദുബൈയിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ട് നേരെ കാനഡയിലേക്ക് വരുന്നതിന്റെ ആദ്യ ഒരു ഇത്, ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, എന്തിനാ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഒറീസയിൽ പോകരുതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പോകരുതോ
എന്തിനാ നിങ്ങൾ ഒരു ജീവിത സുഖം തേടിയല്ലേ കാനഡയിലേക്ക് വന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതത്തിന്റെ കാര്യങ്ങൾ തേടിയല്ലേ വന്നത് എന്നൊരു ചോദ്യത്തിന് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു ഉത്തരവ് എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇപ്പൊ ദൈവസഭയുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഒരു 25 പേരോളമുള്ള ഒരു ചെറിയ കൂട്ടായ്മയെ കർത്താവ് ഇപ്പോൾ ഒത്തിരി വളർത്തി. ദൈവത്തിന്റെ കൃപയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളായി അവരെ ക്രിസ്തുവിൽ വളർത്തുവാനുള്ള വലിയൊരു ദൗത്യം യങ്സ്റ്റേഴ്സ് ചർച്ചിൽ കൂടുതലും ഏതാണ്ട് ഒരു 90% യങ്സ്റ്റേഴ്സ് ഒരു കുടുംബമായി ഇവിടെ കുഞ്ഞുങ്ങളായി മാതാപിതാക്കളുടെ ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്നു. അവരെ ക്രിസ്തുവിൽ വളർത്താൻ ഒരു വലിയ ദൗത്യം കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കാനഡയിലേക്ക് വന്നത് തന്നെ ഒരു വലിയ മിഷന്റെ ഭാഗമായിട്ടാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നല്ലൊരു ജീവിത സുഖമോ ബെറ്റർ ഓഫ് കോഴ്സ് അതൊക്കെ ഒരളവ് വരെ ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്ന കർത്താവിന്റെ വേലയും ശുശ്രൂഷയും ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കാനുള്ള ഒരു വലിയ ദൗത്യം. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമുള്ള ചില കാര്യങ്ങൾ ബിനു പറയും. ദൈവം ചെയ്ത ചില വിടുതലുകൾ, വലിയ രോഗത്തിൽ നിന്നുള്ള സൗഖ്യങ്ങൾ, അനുഗ്രഹങ്ങൾ, ഇവിടെ വന്നതിന് ശേഷം വലിയ കൊടുങ്കാറ്റ്, പേമാരി ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ കർത്താവ് അനുവദിച്ചെന്ന് ചോദിച്ചാൽ കർത്താവ് അറിഞ്ഞുകൊണ്ട് കണ്ടാണ് അത് ഞങ്ങളെ മിനിസ്ട്രിയിൽ കുറച്ചുകൂടി ഒരുക്കിയെടുക്കാൻ. ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന കാര്യം അതിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു വന്നത് കൊണ്ട് കൂടുതൽ ദൈവസ്നേഹം എന്തെന്നറിയാൻ, ഒത്തിരി പേരെ കരുതാൻ, അവരെ ചേർത്ത് നിർത്താൻ, ഒരു വിഷയം ഒരാളിനുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതയാത്രയിൽ അനേക പ്രതിസന്ധികളും പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളും രോഗങ്ങളുമൊക്കെ പല ഘട്ടങ്ങളിൽ നമ്മളെല്ലാം അനുഭവിക്കേണ്ടി വരും. പലരുടെയും ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷമകരമായ കാര്യത്തിലൂടെ പലരും കടന്നു പോകുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ, മിനിസ്ട്രി ലൈഫിൽ തന്നെ ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾക്ക് കർത്താവ് തന്ന കഠിനമായ ഈ ശോധനയിൽ നിന്ന് ദൈവം ഞങ്ങളെ കരകയറ്റിയത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ എത്ര അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ രുചിച്ചറിയാൻ. ഞങ്ങൾ ഒരു വിഷയം ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അവരെ സമീപിക്കാൻ, ഞങ്ങൾക്ക് അവരോട് കൂടെ ഇരിക്കാൻ, അവരോട് കൂടെ കരയാൻ, കൂടെ പ്രാർത്ഥിക്കാൻ, അവരെ കംഫർട്ട് ചെയ്യാൻ, ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടതയിലായിരുന്നത് നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ എനിക്കത് ഗുണമായി തീർന്നു എന്ന വചനം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനുഭവത്തിലൂടെ ഞങ്ങളെ കടത്തിക്കൊണ്ടുവന്നു. പിന്നെ ആ കാര്യത്തിൽ കാനഡയിൽ വന്നതിന് ശേഷം ഒരു കാര്യം, പ്രത്യേക ജീവിതാനുഭവത്തെ കുറിച്ച്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾസിൽ കൂടി ഞങ്ങൾ പോയിട്ടുണ്ട്, പല ഫേസസ് ഓഫ് ലൈഫിലും. പക്ഷേ ഞാൻ അത് മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഇരുകൂട്ടരും അത് അക്നോളജ് ചെയ്യുന്നു. ആ ഓരോ സ്ട്രഗിളും ഞങ്ങൾ പോയത് എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. അതുപോലെ ദൈവം ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയ ഓരോ സിറ്റുവേഷനും ഞങ്ങൾക്കൊരു ലൈഫ് ലെസൺസ് ആയിരുന്നു. അതെല്ലാം ദൈവം ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ മിനിസ്ട്രിയുടെ ഒരു ഭാഗത്ത് ഇക്വിപ്പ് ചെയ്യുമായിരുന്നു. അപ്പം ഒരു സ്ട്രഗിളിൽ കൂടെ പോകുമ്പോഴേ നമ്മൾ അതിൻ്റെ ഒരു ഡെലിവറൻസ് കിട്ടുമ്പോഴേ നമുക്ക് വേറൊരു വ്യക്തി ആ സെയിം സ്ട്രഗിളിൽ കൂടെ പോകുമ്പം നമുക്കത് അവരെ പറഞ്ഞ് കംഫർട്ട് ചെയ്യാനും ആശ്വസിപ്പിക്കാനും തക്കതായ വചനം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ ഞങ്ങൾ ദുബായിൽ നിൽക്കുമ്പോൾ തന്നെ ഈ കാനഡയ്ക്ക് വരാനുള്ള ഞങ്ങളുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ്സും ഇല്ല. കാരണം ഒരു 2004 ഞങ്ങൾക്ക് US പോകാനുള്ള എല്ലാം റെഡി ആയിരുന്നു, 2004-05 ആ സമയങ്ങളിൽ. അങ്ങനെ പക്ഷേ ചില പുതിയ നിയമങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്കത് പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം US ഏജൻസി കൊണ്ടുപോയി. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ്സും ഇല്ല. ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഞങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, അങ്ങനൊന്നുമില്ല. ഞങ്ങളുടെ ദൈവദാസം വന്നിട്ട് ഇങ്ങനെ ദൂത് പറഞ്ഞു, ഇപ്പം നിങ്ങളെ ദൈവം കൊണ്ടുപോകത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അങ്ങനെ എന്നെ ദർശനം കാണിക്കുന്നേ, നിങ്ങൾക്ക് ഇപ്പൊ സമയമായിട്ടില്ല. ഞങ്ങളത് കേട്ടപ്പം വി വർ അൺഹാപ്പി അബൌട്ട് ഇറ്റ്. ബട്ട് ദെൻ ഞങ്ങൾ പറഞ്ഞു ദൈവത്തിന്റെ ഹിതപ്രകാരമേ നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വി കണ്ടിന്യൂ ടു സ്റ്റേ ദെയർ. അപ്പം ആ സമയത്ത് ചാച്ചൻ അവിടുത്തെ ബൈബിൾ കോളേജിൽ പോകാനും വചനം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അതെല്ലാം ഒരു ഗോഡ്സ് പെർഫെക്റ്റ് പ്ലാനാ. ഒരു പക്ഷേ ഞങ്ങൾ അന്ന് അമേരിക്കയിൽ പോയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. വചനം പഠിക്കാനും ആ ഒരു എക്സ്പീരിയൻസസ് പല ദൈവദാസന്മാരുടെ കേൾക്കാനും അറിയാനും ഒന്നും സാധിക്കുകയില്ല. പക്ഷെ കർത്താവിന്റെ
പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. ആ സമയത്ത് ചാച്ചൻ ആ ബൈബിൾ കോളേജിൽ പോയി 3 ഇയേഴ്സ് പഠിക്കുകയും ദൈവവചനം പഠിക്കുകയും കുറച്ചുകൂടെ ദൈവത്തിന് ആഴമായിട്ട് ദൈവസ്നേഹം അറിയാനും കുറച്ചുകൂടെ ദൈവത്തിനോട് അടുക്കുവാനും ഒക്കെ ഞങ്ങളെ ദൈവം ആ സമയങ്ങളിൽ ദൈവം ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചില വർഷങ്ങൾക്ക് ശേഷം ഒരു 2009 ഞങ്ങളുടെ ദേവദാസം വീണ്ടും ഒരു ദിവസം ഹൗസ് വിസിറ്റിന് വന്നപ്പോൾ ദേവദാസം പ്രാർത്ഥിച്ച് പോകാൻ നേരം ദേവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു ദൂത് അറിയിച്ചു, നിങ്ങളെ ദൈവം ഈ ദേശത്തു നിന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, അതിന് വലിയ താമസമില്ല, ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അന്നേരം ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ്സ് പോലും ഇല്ല, ഞങ്ങൾക്ക് ഒന്ന് പ്രൂവ് ചെയ്യാൻ, ഞങ്ങളുടെ ബർത്തോ മാരേജോ ഒന്നും പ്രൂവ് ചെയ്യാനില്ല. അപ്പം പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം എന്നെ കാണിക്കുന്ന കാനഡ, അതും ബിനു അപ്ലൈ ചെയ്യണം. അങ്ങനെ ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. കാനഡ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കൺട്രിയാ, ഒരു ലാർജ് കൺട്രിയാന്ന്, അല്ലാതെ നമുക്ക് അവിടെ ആരുണ്ടെന്നും വെരി ഫ്യൂ പീപ്പിൾ, അങ്ങനെ നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല എന്ന സമയങ്ങളിൽ. പാസ്റ്ററും പറഞ്ഞ് പോയതിനു ശേഷം ഞങ്ങൾ രണ്ടുപേരും കൈ കോർത്തിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് കർത്താവിന്റെ ഒരു ശബ്ദം ഇങ്ങനെ കർത്താവ് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ വി വിൽ നോട്ട് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദാറ്റ് വിൽ ആൻഡ് വിൽ ഗോ അഹെഡ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്യുകയും പിന്നെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് വരികയും അങ്ങനെ ഞങ്ങളുടെ 8 months കൊണ്ട് പെർമനന്റ് റെസിഡൻസി ഞങ്ങൾക്ക് കിട്ടുകയായിരുന്നു. അത് വളരെ വളരെ ഫാസ്റ്റായിട്ട്. അന്ന് ഇവിടെ ഒരു ഫെഡറൽ സ്കിൽ കാറ്റഗറിയിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പൊ ഇതെല്ലാം കർത്താവിന്റെ ഒരു പ്ലാൻ പ്രകാരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ദേശത്ത് വന്ന് ഒരു 6 months ഞങ്ങൾ വേറൊരു പ്രോവിൻസിലായിരുന്നു. പക്ഷെ അവിടെ എൻ്റെ സർട്ടിഫിക്കേഷനും ജോലി പ്രകാരം കാര്യങ്ങളൊന്നും അവിടെ ശരിയാകാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ദേവദാസനോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചപ്പം ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വേറൊരു ദേശത്ത് പോകാനാണ് ദൈവം കാണിക്കുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്താൽ ഞങ്ങൾ ഈ ഒരു ഒണ്ടാരിയോ എന്ന് പറഞ്ഞ പ്രോവിൻസിൽ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം 1 മാസത്തോളം കഴിയുമ്പോഴത്തേന് എനിക്ക് ശക്തമായിട്ട് തലവേദന അനുഭവപ്പെട്ടു. അപ്പം തലവേദനയും സൈനസ് പോലെ കണ്ണിന്റെ ചുറ്റും പിരിയവും ഒരു ചെവിയുടെ മോൾ ഭാഗം, ഈ ഒരു ഇത്രയും ഏരിയ ഇവിടെ ആയിട്ടായിരുന്നു എനിക്ക് വേദന അനുഭവപ്പെട്ടെ. അന്ന് ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒരു ഹോട്ട് കൺട്രിന്ന് കോൾഡ് കൺട്രി വരുമല്ലേ, നിങ്ങൾ 10-12 വർഷം മിഡിൽ ഈസ്റ്റ് ഒരു ഹോട്ട് കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് കോൾഡ് കൺട്രി വരുമ്പോൾ നിങ്ങളുടെ സൈനസ് എല്ലാം ബ്ലോക്ക് ആയതാ. അപ്പൊ ഞാൻ ആന്റിബയോട്ടിക് എഴുതി തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആന്റിബയോട്ടിക് ഒക്കെ എഴുതി തന്നു. പക്ഷെ അതിനകത്ത് ഒന്നും കഴിച്ചിട്ടൊന്നും വേദനയ്ക്ക് വ്യത്യാസം വരുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ മരുന്നുകൾ കഴിക്കും, വേദനയുടെ മരുന്ന് കഴിക്കും, മരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. ആ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ദേവദാസന്റെ ഒരു നമ്പർ കിട്ടി പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ദേവദാസനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കർത്താവിന്റെ അഭിഷക്തൻ ആലോചന അറിയിച്ചു, സിസ്റ്ററിന്റെ വലത്തെ ചെവിയുടെ മേൽഭാഗത്തായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു 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 എക്സ്ട്രാ ഗ്രോത്ത് ഇരിക്കുന്നതായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വളരെയധികം ഷാറ്റേർഡ് ആയിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകാനിടയായി. അവിടെ ചെന്നപ്പോഴും ആദ്യം അവര് പറഞ്ഞു, ഇത് ഹെഡേക്ക് ഇഞ്ചക്ഷൻ തരാം, വീട്ടിൽ പോക്കൂ. അപ്പം നമ്മളവിടെ പറഞ്ഞു എന്തെങ്കിലും ഫെർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം അവരവിടെ CT സ്കാൻ ചെയ്യുകയുണ്ടായി. CT സ്കാനിനകത്ത് അവരിങ്ങനെ കണ്ടുപിടിച്ചു എന്തോ ഒരു എക്സ്ട്രാ ഗ്രോത്ത് ആണ്. പക്ഷെ നമ്മൾ ഷുവർ അല്ല അത് ക്യാൻസർ ആണോ, സിസ്റ്റ് ആണോ, ട്യൂമർ ആണോ, അതോ എനി ലീഷൻ ആണോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒത്തിരി തകർന്നു പോയി. കാരണം നമ്മളെല്ലാവരും ഈ കൺട്രി വരുന്നപ്പം ഒരു വലിയ ഒരു ഹോപ്പോട് കൂടി വന്നിട്ട് ആൻഡ് തിങ്സ് ചേഞ്ച് അറൗണ്ട്. അപ്പം അന്നേരം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ല, ഒരു ചേർച്ച് സ്പിരിച്വൽ സപ്പോർട്ട് ഇല്ല. അങ്ങനെ എല്ലാ രീതിയിലും ഒരു വളരെ പുറകോട്ട് വലിക്കുന്ന ഒരു ടൈമാണ്. ലൈക്ക് ആ ഒരു സമയത്ത് ഈ CT സ്കാനിന്റെ റിസൾട്ട് ഇങ്ങനെ വന്നു. എന്നിട്ട് ഡോക്ടർ പറയുണ്ടായി, ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാത്തോണ്ട് നിന്നെ ഞങ്ങൾ CT സ്കാൻ വിത്ത് IV കോൺട്രാസ്റ്റിന് വിടുക, ടൊറന്റോ മെയിൻ സൈറ്റിൽ വിടുക. അങ്ങനെ അതിനും പോയപ്പോഴും അതിനകത്തൊന്നും ക്ലിയർ ആയിട്ട് വന്നില്ല. പിന്നെ അവര് ഏകദേശം 10 days വെയിറ്റ് ചെയ്തിട്ട് അവർ MRI ചെയ്തു. MRI ചെയ്തപ്പം അതിനകത്ത് ബ്രെയിനകത്ത് ട്യൂമറാന്ന് അവർ പറഞ്ഞു.
ഇത് ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ടോട്ടലി ഒരു ബ്രോക്കൻ, വളരെ ഒരു ഡെവസ്റ്റേറ്റഡ് അവസ്ഥയിൽ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ അവിടെയൊക്കെ ഞങ്ങൾ പരസ്പരം ദൈവവചനം എടുക്കും, പ്രാർത്ഥിക്കും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്പെടുത്തും. ദൈവം ഒരു പ്രത്യേക ഒരു ധൈര്യം ദൈവം ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഇത് ഈ ബ്രെയിൻ ട്യൂമർ ആണെന്ന് കണ്ട് ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോയപ്പം അതും വളരെ എല്ലായിടത്തും ഒരു സൂപ്പർ നാച്ചുറൽ ഗ്രേസ് ഉണ്ടായിരുന്നു കർത്താവിന്റെ കൃപയാൽ. ഡോക്ടറിനെ കാണണമെങ്കിൽ ഡോക്ടറിന്റെ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞു 4 months വെയിറ്റ് ചെയ്യണം. അവിടെയും ദൈവപ്രവൃത്തി ദൈവം ചെയ്തു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇമിഗ്രന്റ് ആണ്, ഇപ്പം വന്നേ ഉള്ളൂ, ഇത് എന്തുവാന്ന് ഒരു ഡയഗ്നോസ് ആയിട്ടില്ല. സോ ഇങ്ങനെ ഇത് പറഞ്ഞപ്പം അവിടെ ഇരുന്ന് ഡോക്ടർ ഓഫീസിൽ ഇരുന്ന ആ ലേഡിക്ക് ദൈവം സ്പർശിച്ചു എന്ന് ഞാൻ പറയാം. അവർ പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് മറ്റന്നാൾ തന്നെ അപ്പോയിന്റ്മെന്റ് തരാം, നിങ്ങൾ 9 മണിക്ക് തുറക്കുന്ന ഓഫീസാണ്, നിങ്ങൾ 8:45 വരാമോ? ഞങ്ങൾ പറഞ്ഞു വരാം തീർച്ചയായിട്ടും. അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറിനെ കാണാനിടയായത്. അല്ലെങ്കിൽ ഇവിടെ ഒരു വെയിറ്റ് പീരീഡ് ഒക്കെ വളരെ ലോങ്ങറാണ്. അങ്ങനെ ഡോക്ടറിനെ കാണാനിടയായി. ഡോക്ടറിനെ കണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞ്, നിന്റെ ട്യൂമർ ഇരിക്കുന്ന സ്ഥലം യു ആർ വെരി ലക്കി എന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞ്, ബിക്കോസ് ദർ ആർ നോ മേജർ ബ്ലഡ് വെസൽസ് ഗോയിങ് ത്രൂ ദാറ്റ്. അവിടെ എനിക്കിത് എടുത്ത് കളയാന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ അവർക്ക് ഈസി ആയിട്ട് പറയാം. പക്ഷെ നമ്മൾ ഗോ ത്രൂ ചെയ്യുമ്പം നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ ഒരു അവസ്ഥ, സ്പെഷ്യലി നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്, ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ആരും ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ല, ഒരു ചേർച്ച് സപ്പോർട്ട് ഇല്ല, ആരും. വി ഹാർഡ്ലി നോ 2 to 3 ഫാമിലീസ് ഓൺലി അന്ന് ഇവിടെ വന്ന് ഈ സ്റ്റേറ്റിൽ വന്ന് 1 month കഴിയുമ്പോഴേ ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ അവിടെ എല്ലാം എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഒരു ദൈവത്തിന്റെ അത്ഭുത കൃപ. ഓരോ ഇടത്തും ദൈവം ഇങ്ങനെ താങ്ങി 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 ഞങ്ങളെ കൊണ്ടുപോകായിരുന്നു ഓരോ സ്ഥലത്തും. ആ ദൈവ സ്നേഹം ഇറങ്ങി വന്ന് ഓരോ നിമിഷങ്ങളും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യം ഉണ്ടായിരുന്നു. വചനത്തിൽ പറയുന്ന പോലെ, ഇറ്റ് ഇസ് ബെറ്റർ ടു പുട്ട് ട്രസ്റ്റ് ഇൻ ദ ഗോഡ് ആൻഡ് ടു പുട്ട് ട്രസ്റ്റ് ഇൻ മാൻ എന്ന് പറയുന്ന പോലെ, നമ്മൾ ഒരു വേൾഡിലെ ഒരു സിറ്റുവേഷനിൽ ട്രസ്റ്റ് ചെയ്യാതെ ദൈവത്തെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ദൈവം പടിയായി ഞങ്ങളെ ഓരോരുത്തും താങ്ങി ദൈവം ഞങ്ങളെ ഡെലിവർ ചെയ്തു. അങ്ങനെ ഈ സർജറി 5 മണിക്കൂറിന്റെ സർജറിയാണ് എനിക്ക് ബ്രെയിനിന്റെ സർജറി ആയിരുന്നു നടന്നത്. ആ 5 മണിക്കൂറിന്റെ സർജറിയിലും ദൈവത്തിന്റെ ഒരു അസാമാന്യ ഒരു സൂപ്പർ നാച്ചുറൽ ഗ്രേസ് ഉണ്ടായിരുന്നു. കാരണം എന്തും നടക്കായിരുന്നു. എൻ്റെ കണ്ണിനോ എൻ്റെ എന്തെങ്കിലും സെൻസ് ഓർഗൻസിനോ എൻ്റെ മെമ്മറിക്കോ എന്തെങ്കിലും എൻ്റെ ബോഡിയിൽ എന്ത് ചേഞ്ചസും വരായിരുന്നു. പക്ഷെ അതൊന്നും ദൈവം ഇടവരുത്താതെ ദൈവം പൊന്നുപോലെ ആ തീച്ചൂളയിൽ കൂടെ കടന്നു പോകണമെന്ന് നമ്മുടെ അത് ഗോഡ്സ് പ്ലാൻ. ദാറ്റ് വാസ് ലൈക്ക് ശദ്രക് മെഷക് ആൻഡ് അബേദ്നഗോ നിന്ന പോലെ. ഐ ഹാഡ് ടു ഗോ ത്രൂ ദാറ്റ് ഫിയർലി ഫർണസ്. ബട്ട് ഒരു രോമം പോലും ആ ഫയറിന്റെ ഇത് ഏഷാതെ ദൈവം പൊന്നുപോലും പുറത്തു കൊണ്ടുവന്നു. ആൻഡ് ടുഡേ ഐ ബിലീവ് ദാറ്റ് ഗോഡ് ഞങ്ങളെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ദൈവം കൊണ്ടുപോയത് ഒരു ദൈവവേലയുടെ ഭാഗമായിട്ട്, ആ സ്ട്രഗിളിൽ കൂടെ ദൈവം കടത്തി കൊണ്ടുപോയത് അനേകരെ ബലപ്പെടുത്താനാണ്. അനേകരെ ഒത്തിരി ഷാറ്റേർഡ് ആയിട്ട് ഇരിക്കുന്നവരെ നമ്മളത് പറഞ്ഞ ദൈവം നമുക്ക് ചെയ്ത ഓരോ എക്സ്പീരിയൻസസ് പറയുമ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി അതൊരു കംഫർട്ട് ആകുമെന്ന് ആക്കാൻ വേണ്ടി ഞങ്ങളെ ദൈവം പടിപടിയായി ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. നമ്മൾ ഇപ്പം 1 ക്ലാസ്സിൽ നിന്ന് 2nd ക്ലാസ്സിലോട്ടേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. നേരെ നമുക്ക് ക്ലാസ് 10 പോകാനൊക്കത്തില്ലല്ലോ. അങ്ങനെ എല്ലായിടത്തും ഇത് ഒരു സ്റ്റേജ്. അങ്ങനെ സർജറി കഴിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് ദൈവം ഹീൽ ചെയ്തു. അത് കഴിഞ്ഞ് എനിക്കിവിടെ ദൈവം പഠിക്കാനൊക്കെ ദൈവം കൃപ ചെയ്തു. ജോലിക്ക് പോകാനൊക്കെ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ദൈവം ഓരോ ദിവസം ദൈവം നടത്തുന്നു. ഈ ഒരു സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒത്തിരി ഫൈനാൻഷ്യലിയും തകർന്നിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവം കാക്കെ അയച്ച് ഞങ്ങളെ ഓരോരോ സമയങ്ങളും ഞങ്ങൾക്ക് വാടക പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ കൊണ്ടുവന്ന പൈസയെല്ലാം തീർന്നു, ജോലി ഇല്ലായിരുന്നു. അപ്പൊ അത് വെച്ച് സർവൈവ് ചെയ്തു. പിന്നെ ഇങ്ങനെ അസുഖം വന്നപ്പോൾ ജോലിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ പോകാൻ പറ്റാത്ത അവസ്ഥ. ചാച്ചനും സിക്കായി, ഇടയ്ക്ക് നടുവേനയായിട്ട് ഒരു 1 month കിടപ്പായി പോയി. അത് നടുവേന്ന് വെച്ചാൽ ഞാനും മോനും കൂടി ഇങ്ങനെ തിരിച്ചിടണം ഒരു സൈഡ്, അതുപോലെ. അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആരും ഇല്ല ഇതൊന്നും ഷെയർ ചെയ്യാനും പറയാനും.
ഒരു ഫോൺ ഞങ്ങൾക്ക് റിങ് ചെയ്യുമ്പം ഞങ്ങള് വളരെ സന്തോഷത്തോടെ ഫോൺ എടുക്കുന്നത്. ആരെങ്കിലും ദൈവ പൈതലായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു ദൈവദാസനായിരിക്കും ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് ഞങ്ങളെ ഒരു കംഫർട്ടിങ് വേർഡ് പറയാനായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോൺ എടുക്കുന്നത്. അങ്ങനെ പക്ഷേ ഞാനത് മനസ്സിലാക്കുന്നു, അതെല്ലാം ദൈവത്തിന്റെ പെർഫെക്റ്റ് ബ്ലൂ പ്രിന്റിനകത്ത് ഉണ്ടായിരുന്നായിരുന്നു ഈ ഓരോ സിറ്റുവേഷനും ഞങ്ങൾ കടന്നു പോയത്. പ്രത്യേകിച്ച് ഒരു ടെസ്റ്റിമണി പറയാന്നത്, ഞാൻ പറഞ്ഞല്ലോ വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്തപ്പം ഒരു ആന്റി ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അന്ന് ഞങ്ങളുടെ ഫ്രിഡ്ജൊക്കെ കാലിയാ, ഞങ്ങൾക്ക് കഴിക്കാനും ഒന്നും ആഹാരങ്ങളൊന്നും ഇല്ല. ഈ മോൻ അന്ന് കുഞ്ഞാ, 8 വയസ്സേ ഉള്ളൂ. അവന് കുടിക്കാൻ പോലും പാലും ഒന്നും ഫ്രിഡ്ജിനകത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആന്റി വന്നപ്പം കുറേ ആഹാരമൊക്കെ കൊണ്ടുവന്നു, കുക്ക് ഫുഡും അല്ലാതെ കുറെ ഗ്രോസറീസും ഒക്കെ കൊണ്ടുവന്നു. എന്നിട്ട് പോകാൻ നേരം ഒരു കവർ തന്നു എൻ്റെ കയ്യിൽ. അന്നേരം ഞാൻ ആന്റിയോട് വാങ്ങിച്ചില്ല. അപ്പൊ ആന്റി പെട്ടെന്ന് പറഞ്ഞു, സിസ്റ്ററെ, ഇത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ട് ഞാൻ ഈ കവർ തരുക, നിങ്ങൾക്ക് കുറഞ്ഞിട്ടോ ഞങ്ങൾക്ക് കൂടിയിട്ടോ അല്ല, ഇത് ഗോഡ് സ്പിരിറ്റ് പറഞ്ഞുകൊണ്ട് മാത്രം തരുക. അപ്പം ഞാൻ ഇങ്ങനെ ചച്ചനെ നോക്കി, കാരണം അതുവരെ ഞങ്ങള് ഇങ്ങനെ പൈസ ഒന്നും വാങ്ങിക്കത്തില്ലായിരുന്നു, ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, കർത്താവിന്റെ ഗോഡ് സ്പിരിറ്റ് പറഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു. ആന്റി പോയി, ഞങ്ങൾ തുറന്നു നോക്കിയില്ല. ഞങ്ങൾ രണ്ടുപേരും കരം ആ എൻവലപ്പെ വെച്ചിട്ട് ഞങ്ങള് ശരിക്കും വി താങ്ക് ഗോഡ്. ഞങ്ങൾക്ക് അതിനകത്ത് എത്ര amount ഉണ്ടെന്ന് ഞങ്ങൾ അത് വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്, ബിക്കോസ് ഫോർ ദാറ്റ് അതൊരു $10 ആയാലും $100 ആയാലും ഞങ്ങൾക്കൊരു $1 million പോലെ ആ സമയത്ത്. സ്തോത്രം. അങ്ങനെ അത് തുറന്നു നോക്കിയപ്പോ ഒരു $500 ആയിരുന്നു. അപ്പൊ ജാജൻ പെട്ടെന്ന് പറഞ്ഞു, ബിനു, ഈ പൈസ നമ്മൾ എടുക്കാതെ നമ്മുടെ ഈ പൈസ നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി കൊടുത്തോ. അപ്പം അന്ന് ഒരു $200 ആണ്, ഒരു 10,000 rupees, ഇന്ത്യൻ റുപ്പീസ്. അങ്ങനെ ഞങ്ങൾ 2 ദേവദാസൻ, ഒരു ദേവദാസൻ എനിക്ക് ദൂത് പറഞ്ഞ ഒരു ദേവദാസനും, പിന്നെ ഒരു ദേവദാസൻ ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല, ആരോ പറഞ്ഞ ഒരു വളരെ സാധുവായ ഒരു ദേവദാസൻ. അപ്പൊ അവർക്ക് അയക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ $400 അയച്ചു. പിന്നെ ബാക്കി എന്റെ ഫീസ് ഏതാണ്ടുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ഒരു $87 ഉള്ളൂ. അത് ഞങ്ങൾ ഗ്രോസറിക്ക് വാങ്ങിക്കാനായിട്ട് വെച്ചു. ഞാൻ പറയട്ടെ പാസ്റ്ററെ, ഇത് അത്ഭുതത്തിന്റെ ഒരു സാക്ഷ്യമാണ്. ഇത് കഴിഞ്ഞ് എൻ്റെ കൂടെ പഠിച്ച് ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടെ അവര് തീരുമാനിച്ച് എനിക്കൊരു amount, അമേരിക്കയിലുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പഠിച്ച് അവരൊരു amount എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഇവരെനിക്കൊരു അഡ്രസ്സ് എന്നോട് ചോദിച്ചപ്പം ഞാൻ ഓർത്തു ഗെറ്റ് വെൽ സൂൺ കാർഡ് അയക്കാനല്ലേ, ഞാൻ എൻ്റെ അഡ്രസ്സ് അങ്ങ് പറഞ്ഞു കൊടുത്തു. ഒരു ആഴ്ചക്ക് ശേഷം ഗെറ്റ് വെൽ സൂൺ കാർഡും വന്നു. അതിനകത്തൊരു ചെക്ക്, അതിനകത്ത് ആ ചെക്ക് $4,000. ഹല്ലേലൂയ. നമ്മൾ 400 കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തപ്പോൾ ദൈവം തന്നത് 4,000, 10 ഇരട്ടി. ഹല്ലേലൂയ. ഗോഡ് ഈസ് ഓൾവേസ് ഫെയ്ത്ത്ഫുൾ. നമ്മൾ ചെയ്യാത്തതിന്റെ ഒറ്റ ഒരു കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ എന്ത് കർത്താവിന്റെ വേലയ്ക്ക് നമ്മൾ സോ ചെയ്യുന്നോ, ഡെഫിനറ്റ്ലി യു വിൽ റീപ് മെനി മൾട്ടിഫോൾസ്. അങ്ങനെ അതൊരു അത്ഭുതത്തിന്റെ ഒരു സാക്ഷ്യമാണ്. കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി അവിടെ നടത്തി. അവരെല്ലാരും ഞങ്ങള് നന്ദിയോടെ ഓർക്കുന്നു. ദൈവം അവരെ മുഖാന്തരമായിട്ട് ദൈവം അവരെ എടുത്തു ഉപയോഗിച്ചു. അങ്ങനെ ഈ ഒരു പ്രതിസന്ധി കൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷെ ദൈവം പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് അനേകർക്ക് ഞങ്ങളുടെ ഈ സാക്ഷ്യം പറയുമ്പം അവർക്കത് ബലമാണ്, അവർക്കത് ഒത്തിരി എൻകറേജിങ് ആയിട്ടും കംഫർട്ടിങ് ആയിട്ടും അത് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ഇതുപോലെ സ്പെഷ്യലി സ്റ്റുഡൻസ് ഇവിടെ ആയിരിക്കുമ്പോൾ അവർ പല സിറ്റുവേഷൻസിൽ കൂടെ ഈ സ്റ്റുഡൻസ് പോകുന്നത്, അപ്പനെയും അമ്മയും സിബ്ലിങ്സിനെ ഒക്കെ വിട്ടിട്ട് അവർ ഇവിടെ വരുന്നത്. അപ്പം അവർക്ക് ഈ ചർച്ച് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് അവരുടെ എല്ലാ അവരുടെ ഒരു സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഇവിടാണ്, ഇതിൽ കൂടാണ് ചർച്ച അവർക്കെല്ലാം. അപ്പം നമ്മൾ അവരെ അതുപോലെ ഓരോ ഏരിയസിലും നമ്മൾ അവരെ എവിടെയൊക്കെ അവർക്ക് ആവശ്യങ്ങളുണ്ടോ, സപ്പോർട്ടായിട്ട് ഇമോഷണലി ആയാലും സ്പിരിച്വലി ആയാലും എന്തെല്ലാം അവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, നമുക്കത് വി ട്രൈ our best to do that, and God is using us, and we are really thankful to God for all his faithfulness. Amen. So far God has been so good. For every struggle we went through, it was only for the goodness Amen. Of God. Amen. Nothing else. We totally believe that has only constructed us spiritually.
എല്ലാ ഓരോ സിറ്റുവേഷനും ഈ പറഞ്ഞ ആൽക്കഹോളിസം ആയാലും ഈ അസുഖങ്ങൾ ബ്രെയിൻ ട്യൂമർ ആയാലും കുഞ്ഞുങ്ങൾ ഇല്ലാതായിരുന്നല്ലോ അല്ലെ ഞങ്ങളെ ഫെയ്ത്ത് ദൈവം കൊണ്ടുവന്നതും ഓരോരോ ജേർണീസിൽ ഈ കംപ്ലീറ്റ് ജേർണിയിലും ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു. ആൻഡ് വി ബിലീവ് ദാറ്റ് God will do his best for all the children. Those who are listening to us will believe that, if you are going through any struggle, God is a good God and he will not let you fall or stumble. At the right time, if you put your trust in the Lord, God will lift you up. You just have to be still and know that he is the Almighty God. He Amen. is the Holy God. Amen. He only can do it. Amen. Nobody else. Nobody Amen. else. Don't put Amen. your trust in the things of the world. The world will show you many things that will attract you. But you know what? That is all fake. That is the plan of the scheme of the devil. Amen. Always believe what God has, and God's plans are very, very higher. You just have to stand still and be patient. Your patience will take you to the right destination. That is what God has taught us. Amen. Praise the Lord. ആമേൻ. അപ്പോൾ തന്നെ പാസ്റ്ററെ, ഇങ്ങനെയുള്ള ജീവിതാനുഭവത്തിലൂടെ കടത്തി കൊണ്ടുവന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങൾക്ക് നന്മയ്ക്കായി കർത്താവ് അത് ചെയ്തു എന്നുള്ളത് വളരെ ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയട്ടെ. ഞാൻ പറയട്ടെ, ഇപ്പോഴും ഓരോ സഭായോഗങ്ങളിലും ഏത് മീറ്റിങ്ങിൽ നിന്നാലും നമ്മളറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് നന്ദിയുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ, പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, എന്തിന് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളതല്ല, കർത്താവ് എന്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും ഇങ്ങനെ ഒരു വലിയ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ ഈ സഭ എന്നുള്ളതല്ലതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഇവിടെയുള്ള കുഞ്ഞുങ്ങളും അവരോടൊപ്പമുള്ള ജീവിതവും ഞങ്ങൾ ഒരുമിച്ച് വളരെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒന്നുകൂടെ പറയാനുള്ള കാര്യം, ഞങ്ങൾ എങ്ങനെ ഈ ഒരു സഭയിലേക്ക് ശുശ്രൂഷയ്ക്കായി കടന്നു വന്നു, അതും ദൈവത്തിന്റെ ഒരു പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ 3.5 വർഷക്കാലം പാസ്റ്റേ ഒരു അപ്പാർട്ട്മെന്റിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുക. ഒരു സഭയിൽ ഞങ്ങൾ പോയില്ല, 1-2 അടുത്ത് പോയി. പക്ഷെ ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്കൊരു മിനിസ്ട്രി ഉണ്ട്, ആ മിനിസ്ട്രിയിൽ നിങ്ങൾ ഫോക്കസ് ആവും, അതിനുവേണ്ടി നിങ്ങൾ എക്വിപ്പ് ആവുക. ഞങ്ങൾ എന്നും എല്ലാ സൺഡേയിലും ഞാനും ബിനുവും ജോൽ മോനുമായിട്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് സഭാരാധന 10 മണിയാകുമ്പോൾ ഞങ്ങൾ ഡ്രസ് എല്ലാം ഇട്ട് റെഡിയായി 2 പാട്ട് പാടും. ആദ്യം ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങും, ബിനു പാട്ട് പാടും, ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടും. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും സാക്ഷ്യം പറയും. ഞാൻ സങ്കീർത്തനം ഒരു 10 മിനിറ്റ് ഇവർക്കൊരു ചെറിയൊരു മെസ്സേജ് കൊടുക്കും. മോന് ഒരു 10 മിനിറ്റ് അവനൊരു പ്രബോധനം പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 45 മിനിറ്റ്സ് ഇവർ ഇരിക്കും. എൻ്റെ ആടുകൾ എന്ന് പറയുന്നത്, ദൈവജനം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും, ഭാര്യയും മകനും. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോൾ, കണ്ണുനീരോടെ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, മുന്നിലൊരു അനേകായിരം ആളുകൾ ഇരിക്കുന്ന ഒരു ഫെയ്ത്ത് എൻ്റെ ഹൃദയത്തിൽ വന്നിട്ട് ഞാൻ ഇവരെ ശുശ്രൂഷിക്കുന്നത്. ഒത്തിരി ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന അതേ മാനസിക ഭാവത്തോടെ ഈ ഒരു പ്രോസസ് ഏകദേശം 3.5 വർഷം വിത്തൗട്ട് ഫെയിൽ, ഞങ്ങൾ മടുക്കാതെ കർത്താവ് ഞങ്ങളെ അവിടെ ഇരുത്തി പഠിപ്പിച്ചു. ഞങ്ങൾ പാർക്കിലൊക്കെ പോയിരുന്ന് കരം കോർത്തിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവ് ഒരു വീട് ഞങ്ങൾക്ക് പോകാൻ ഇല്ല. ഞങ്ങൾക്ക് ഒത്തിരി കഠിന ശോധനകളൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അത്ഭുതകരമായി കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കർത്തദാസൻ, എനിക്ക് പരിചയമുള്ളൊരു ദേവദാസൻ ടൊറന്റോയിലെത്തി. അദ്ദേഹം ഞാനോട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ വിളിച്ചു. അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു, സംസാരിച്ചിങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഫസ്റ്റേ അമേരിക്ക എന്നറിയത്തില്ല, കാനഡ എന്നറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഒരു ദൈവസഭയിൽ നിന്ന് ദൈവദാസനെ വിത്തിനെ വീക്ക് ഒരാഴ്ച കൂടി വിളിക്കും, അത് നിഷേധിക്കരുത്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ് നിങ്ങളെ കുടുംബമായി. അവിടെ നിങ്ങളെ വേലയ്ക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കും. അനേക ആളുകളെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുമായിട്ട് കണക്റ്റ് ആകും. സഭയെ, കർത്താവിന്റെ ശരീരത്തെ ശുശ്രൂഷിക്കാൻ ദൈവം നിങ്ങളെ ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്യുന്ന കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കും. പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഞാനത് ഒരു പ്രതീക്ഷയില്ല. കാരണം നമ്മളിനി അമേരിക്കയിൽ എവിടെ പോകാനാ, കാനഡയിലെ ഏത് സഭയും നമ്മളെ വിളിക്കാൻ. പക്ഷെ അത്ഭുതകരമായി കിച്ചണറിലെ ഈ സഭയിലുള്ള ഞങ്ങളെ ആ ഒരാഴ്ചക്കുള്ളിൽ വിളിക്കുകയാണ്, ഇവിടെ വരണം ഒന്ന് പ്രീച്ചിങ്ങിന് വേണ്ടി. അങ്ങനെ ഞാൻ നേരത്തെ ഈ ചർച്ചിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരു പ്രീച്ചിങ്ങിന് വേണ്ടി. പക്ഷെ അതിന്റെ ഒരു കണക്ഷൻ ആയിരിക്കും അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വരണം,
പാസ്റ്റർ ഇവിടെ ഒന്ന് ശുശ്രൂഷിക്കുമെന്ന്. കാരണം ഇവിടുത്തെ ദേവദാസൻ പാസ്റ്റർ ഈശോ ഫിലിപ്പങ്കൾ അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന് ശാരീരികമായ ആവശ്യത മൂലം ഒരു വേറൊരു പാസ്റ്ററിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തിന്റെ സഭ. അങ്ങനെ ആ ദേവദാസനുമായി സംസാരിക്കുകയും സഭയിൽ സംസാരിക്കുകയും ഞങ്ങളിവിടെ വരികയും പിന്നെ ഇവിടെ ആ ശുശ്രൂഷ ഏറ്റെടുക്കാൻ ദൈവം നിയോഗം തരികയും, ഞാൻ പറഞ്ഞല്ലോ 25 പേര് ഉള്ള ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ ഈ വളർത്തി അനുഗ്രഹിച്ച്, അറിയാമല്ലോ പാസ്റ്റർ സഭയിലെ ഒരു കുടുംബവും ഞങ്ങളുടെ കൂടെ ഉണ്ട്, അവരോട് ചോദിച്ചാൽ അറിയാം. അത്രമാത്രം കർത്താവ് ഞങ്ങളെ വളരെ ക്ഷേമത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വളർന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. അപ്പോൾ തന്നെ എഴുത്ത്, വായന, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഞാൻ സജീവമാണ്. ഞങ്ങൾ കുടുംബമായിട്ട് കൗൺസിലിങ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യും. സഭയുടെ ശുശ്രൂഷകളിൽ ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ ഇതനുസരിച്ച് അവരുമായിട്ട് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും, അങ്ങനെ ഒരു മാതാവിന്റെ പിതാവിന്റെ ദൈവം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഹൃദയമാക്കി ഞങ്ങളെ മാറ്റി. എപ്പോഴും ഞങ്ങൾ എല്ലാവരെയും സമീപിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മകൻ, ഞങ്ങളുടെ മകൾ, ഈ ഒരു മെന്റാലിറ്റി എപ്പോഴും ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കും. കർത്താവെ, അങ്ങനെ ഒരു ഫാദേഴ്സ് ഹാർട്ട്, മദേഴ്സ് ഹാർട്ട്, അങ്ങനെ ഒരു പിതാവിന്റെ ഹൃദയം, ഒരു മാതാവിന്റെ ഹൃദയം എപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു ഷെപ്പേർഡിങ് മിനിസ്ട്രി, ഒരു പാസ്റ്ററൽ മിനിസ്ട്രിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ആ മക്കളെ പോലെ സ്നേഹിക്കുകയും ശാസിക്കുകയും കരുതുകയും അവരെ ചേർത്ത് നിർത്തുകയും അവരുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു മനസ്സാക്കി സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ മനസ്സിനെ ഈ കാലയളവിൽ രൂപാന്തരപ്പെടുത്തി ജീവിതാനുഭവങ്ങളിലൂടെ മുന്നോട്ട്. അപ്പോൾ തന്നെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന ഒത്തിരി ആളുകളെ ഞങ്ങൾക്ക് ചുറ്റും ദൈവസഭയിൽ കർത്താവ് നിർത്തിയിരിക്കുന്നു. അങ്ങനെ വലിയൊരു പ്രൊട്ടക്ഷനിൽ, വലിയൊരു കരുതലിൽ കർത്താവ് ഞങ്ങളെ നടത്തുന്നു, നയിക്കുന്നു. നന്ദി മാത്രമേ ഉള്ളൂ കർത്താവിനോട്. ഈ ജീവിതത്തിനായി മുന്നോട്ട് പോകാൻ ഒത്തിരി സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നപ്പോഴും, വഴിമുട്ടി നിന്നപ്പോഴും, പ്രതിസന്ധികളുടെ നടുവിൽ, രോഗദുഃഖങ്ങളുടെ നടുവിൽ പലപ്പോഴും പരാജയം രുചിച്ചറിഞ്ഞ് പരാജയപ്പെട്ടു പോയി. ഇനി നിനക്ക് മുന്നോട്ട് ജീവിതമില്ല, നിന്റെ ജീവിതം നശിച്ചു, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ആത്മീയമായും നീ ഒരു ഗുണമുള്ളവനല്ല, നിനക്കിനി മുന്നോട്ട് പോകാനൊക്കത്തില്ല എന്നൊക്കെ പിശാച് വാദിക്കുകയും ശബ്ദമുയർത്തുകയും ഒക്കെ ചെയ്യുന്ന സ്ഥാനത്ത് കർത്താവിന്റെ മഹാസ്നേഹം അത് ഞങ്ങൾ ഇപ്പോഴും രുചിച്ചറിയുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും ഓരോ ദിവസത്തിലും അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഒത്തിരി അനുഭവങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ട്. പരിധിയും പരിമിതിയും സമയത്തിന്റെ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാം വിവരിക്കുവാനുള്ള സമയത്തിന്റെ പോരായ്മയുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്, ഞങ്ങൾക്കൊരു പാർക്കിംഗ് ലോട്ട് കിട്ടിയാൽ, ഞങ്ങൾ ഒരിടത്ത് വണ്ടി ഓടിച്ചു പോകുമ്പോൾ എങ്ങും ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം കർത്താവ് ഒരുക്കിയിടും. ഞങ്ങൾ അത് കാണുമ്പോൾ കർത്താവേ സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ട ഈ പാർക്കിംഗ് ലോട്ടിനായ സ്തോത്രം. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ കരം കോർത്തിരുന്ന ഒരു സ്തോത്രം ചെയ്യും കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങനെ ഒരു സ്തോത്രം ചെയ്യാൻ, താങ്ക് യു പറയാൻ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും സഭയെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് തന്നതിനൊക്കെ സംതൃപ്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. ഒരു താങ്ക്ഫുൾ ഹാർട്ട് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഞങ്ങൾ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം ഇപ്പോഴും ഞങ്ങളത് പ്രാവർത്തികമാക്കുന്നു. ഇല്ലാത്തതിനെ കുറിച്ചല്ല, ഇനി നാളെ എന്തെങ്കിലും നേടേണ്ടതിനെ കുറിച്ചല്ല, ഉള്ളതിൽ സംതൃപ്തിയോടെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. ഞാൻ എപ്പോഴും സഭയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഭാഗ്യമുള്ളവരാണ്, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞങ്ങളെക്കുറിച്ച് തന്നെ പറയും. കാരണം ഇത്രയും സ്നേഹമുള്ള ദൈവജനത്തിന്റെ നടുവിൽ കർത്താവിനെ ഘോഷിക്കാൻ, കർത്താവിന്റെ ശബ്ദമാകാൻ, കർത്താവിന്റെ അരുളപ്പാടുകളെ പറയാൻ, കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് ദൈവജനത്തെ വളർത്താൻ, നമുക്ക് ഒരുമിച്ച് വളരാനൊക്കെ കർത്താവ് തന്ന മഹാഭാഗ്യമാണ്. ഉന്നതമായ ഒരു വിളി, ശ്രേഷ്ഠ വിളി. അതിനൊക്കെ ഞങ്ങൾ എപ്പോഴും നന്ദിയാണ് കർത്താവിനോട് പറയാനുള്ളത്. എനിക്ക് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്ത് പറയുന്നതിന് മുമ്പ് പ്രേക്ഷകരോടാണെങ്കിലും പറയാനുള്ളത്, ദുഃഖത്തിന്റെ വേളകൾ നമ്മുടെ ജീവിതത്തിൽ വരും, രോഗത്തിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാം, പ്രതിസന്ധികളിലൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ടുവന്നിരിക്കും, കൊടുങ്കാറ്റുകളും പേമാരികളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചേക്കാം. തരണം ചെയ്യാൻ നമുക്കൊക്കത്തില്ലെന്ന് മാനുഷികമായി ചിന്തിക്കുന്ന അനേക ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നുപോയേക്കാം. പക്ഷെ ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല, നമ്മുടെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ്. എന്തുകൊണ്ട് ഇതൊക്കെ ദൈവം അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളെ ഒരുക്കിയെടുക്കാൻ, നമ്മളെ ഒരു നല്ല മാനപാത്രമാക്കാൻ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ, ദൈവവേലയ്ക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ, കർത്താവിന്റെ ഹൃദയമായി നമുക്ക് മാറേണ്ടതിനു വേണ്ടി
ഞങ്ങളെപ്പോഴും പറയുന്ന ഞങ്ങൾ പരസ്പരം പറയുന്ന ഒരു കാര്യം, നമുക്കൊരു നിഷ്കളങ്ക ഹൃദയം ഉണ്ടെങ്കിൽ, ശുദ്ധ മനസാക്ഷി ഉണ്ടെങ്കിൽ, ആരോടും പരിഭവങ്ങളോ പരാതികളോ പകയോ വിദ്വേഷമോ ഒന്നുമില്ലാതെ കർത്താവിന്റെ സ്നേഹത്തെ അനുഭവിക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്യുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം സ്വസ്ഥമാണ്, നമ്മുടെ ഹൃദയം സമാധാനപൂർവ്വമാണ്. പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതിസന്ധികൾ വരും, അതൊക്കെ മല പോലെ ഉയർന്നു വരും, പർവ്വതങ്ങൾ കണക്ക് മുന്നിൽ നിൽക്കും. പക്ഷേ അതിന്റെ മധ്യത്തിൽ ദൈവം തരുന്ന ഒരു സമാധാനം, സന്തോഷം, അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു വലിയ ദൈവകൃപ, ഒരു വലിയ അഭിഷേകം, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ഈ ദേശത്ത് പാർത്ത് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും പറയാനുള്ളത്, വി ആർ ബ്ലസ്സഡ് പീപ്പിൾ. ഹല്ലേലൂയ. കർത്താവിനാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് സകലരും ശുഭതയിലും നന്മയിലും അനുഗ്രഹത്തിലും ആയിരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അവരെയും അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ പ്രിയ ആസാദി ടി വിയിലെ പ്രേക്ഷകരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയൊക്കെ കർത്താവ് ഉന്നതമായ ആ ഔന്നത്യത്തിന്റെ വിളിയിലേക്ക് നിങ്ങളെ നടത്തുകയും നിങ്ങൾ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ ദൈവം എന്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ചർച്ച സൃഷ്ടിച്ചപ്പോൾ ഒരു ബൾബ് ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ബൾബ് സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ അത് ഇടേണ്ട സ്ഥലത്ത് ഇട്ട് അതിന്റെ റൈറ്റ് കണക്ഷനിലേക്ക് ആ സർക്യൂട്ട് അതിലേക്ക് വ്യാപരിച്ചിട്ട് അത് കത്തത്തില്ല. അതിന് സ്വിച്ച് ഇടേണ്ടി വരും, ആ കണക്ഷൻ അതിലേക്ക് വരേണ്ടി വരും. അപ്പൊ നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനായി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? ഈ ലോകത്തിന് പ്രകാശം കൊടുക്കാൻ, ഭൂമിയുടെ ഉപ്പാകാൻ വേണ്ടി. അപ്പം ഒരു ബൾബ് കണക്കെ അത് വെക്കേണ്ട സ്ഥലത്ത് റൈറ്റ് കണക്ഷനിൽ, റൈറ്റ് വേയിൽ നമ്മൾ പോകുന്നെങ്കിൽ, കർത്താവിന്റെ വചനം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മളെ നടത്തും. പ്രതിസന്ധികളിലും ഭാരങ്ങളിലും വേദനകളിലും ഒക്കെ നമുക്ക് കൂട്ടും താങ്ങും തണലും അനുഗ്രഹവും വാതിലും ഉറവകളും ദാനങ്ങളും കർത്താവ് നമ്മളെ മാനിക്കും എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. വേറെ ആളുടെ ജീവിതത്തെക്കുറിച്ച് നോക്കി കാണുന്നതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ജീവിതം ഒരു അത്ഭുതകരമായ ജീവിതയാത്രയിൽ എന്റെ കഥയെന്ന് അന്വർത്ഥമാക്കുന്ന സാധിറ്റിയുടെ ഇതിലേക്ക് ഞങ്ങളെ കർത്താവ് നടത്തിയതിനെ ഓർത്ത് സ്തോത്രം. താങ്ക് യു സോ മച്ച് എന്റെ ദാസനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. ഞങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ ഒരു മീറ്റിംഗിൽ കടന്നു വരെ ഞങ്ങൾക്ക് കർത്താവ് കൃപ തന്നതിന്. താങ്ക് യു പാസ്റ്ററെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. പാസ്റ്റർ ഇടയ്ക്കുന്ന് പറഞ്ഞു, ആളുകൾ ചോദിക്കും റീസയിൽ പോയാൽ പോരെ, എന്തിന് കാനഡ? പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി പേർ കാനഡയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് പ്രവാസികളായി പോകുമ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ ഇടയന്മാർ വേണ്ടേ? അവരെ ദൈവം അവിടോട്ട് അയക്കുമ്പോൾ അവർക്ക് വേണ്ടിയ ഇടയന്മാരെ, പഴയ നിയമ ഭാഷയിൽ ലേവ്യന്മാരെ ദൈവം കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ മറ്റൊരു സെഷനിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ അശൂരുകാർ വന്നിട്ട് ഇസ്രായേൽ ദേശം പിടിച്ചെടുത്ത് ശമര്യയിലൊക്കെ പുറമേ ഉള്ള ആളുകളെ കൊണ്ട് പാർപ്പിച്ചു. അപ്പോൾ ഈ പാർപ്പിച്ച ആളുകൾ യഹോവയുടെ വഴിയും ആരാധനയും അറിയാത്തവരായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ യഹോവ ആ ദേശങ്ങളിൽ സിംഹങ്ങളെ അയച്ചു. അങ്ങനെ സിംഹങ്ങൾ വന്ന് ചിലരെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അസീറിയക്കാർ, അശൂരുകാർ കൊണ്ടുവന്ന് പാർപ്പിച്ച ആളുകൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി, ഇതിൻ്റെ കാരണം എന്താ. അപ്പം ജനം പറഞ്ഞു, ഈ ദേശം യഹോവയെ ആരാധിക്കുന്ന ദേശമാണ്, ഇപ്പോൾ ഈ ദേശത്ത് ആരാധന ഇല്ലാത്തത് കൊണ്ട് ഈ ദേശത്ത് സിംഹങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താ? അതിൻ്റെ സൊല്യൂഷൻ ലേവ്യരായിട്ടുള്ള ആളുകളെ നിങ്ങളുടെ പട്ടണങ്ങളിൽ കൊണ്ട് പാർപ്പിക്കുക. ഈ 2 Kings chapter 17 ആണെന്ന് തോന്നുന്നു, ആ ഭാഗത്ത് പറയുന്നത് അങ്ങനെ ലേവ്യർ വന്നവിടെ പാർത്ത് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് സിംഹങ്ങളുടെ വരവ് നിന്നു. ഇത് ഭയങ്കര ഒരു വെളിപ്പാടാണ്. ഞാൻ പ്രവാസികളായവർക്ക് വേണ്ടി അതൊക്കെ കൈമാറുകയാണ്. ആരാധന യഹോവയുടെ മാർഗം അറിയാതെ പോകുന്ന ദേശങ്ങളിൽ, ആ ദേശങ്ങളിൽ സിംഹം വരാതിരിക്കാൻ വേണ്ടി ആരെയെങ്കിലും ദൈവം അയക്കും. അപ്പം പ്രവാസികളെ അയക്കുമ്പോൾ പ്രവാസികളുടെ ഇടയിലേക്ക് ഒരു എസെക്കിയേലിനെ കൂടെ പിടിച്ചോണ്ട് പോയി. അപ്പോൾ ഒരുപക്ഷെ എസെക്കിയേലിനെ പിടിക്കാൻ ദൈവം അനുവദിച്ചതാണ്. കാരണം പ്രവാസികളുടെ ഇടയിൽ കേബാർ നദിയുടെ തീരത്ത് ഒരു കാവൽക്കാരൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കാവൽക്കാരായിട്ട് ആ ദേശത്ത് സിംഹം വരാതിരിക്കാനൊക്കെ ദൈവം നിങ്ങളെ കൊണ്ടാക്കിയിരിക്കുന്ന ലേവ്യന്മാരാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും, ഒറീസയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബോംബെയിലാണെങ്കിൽ,
ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളി വേറെ, നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് നേരിടുന്ന വെല്ലുവിളി വേറെ, വളരെ വ്യത്യസ്തമാണ്. എല്ലാ ദേശത്തും സുവിശേഷത്തിന് വെല്ലുവിളിയുണ്ട്. സുവിശേഷത്തിന് സേഫായിട്ട് ഒരു സ്ഥലവുമില്ല. ആമേൻ. ഇവിടെ സുവിശേഷ വിരോധികളാണെങ്കിൽ അവിടെ അദർശ ശക്തികളാകാം, അവിടെ അന്ധകാര മണ്ഡലങ്ങൾ മറ്റൊരു തലത്തിലാകാം. അവിടെ നമ്മൾ യുദ്ധം ചെയ്യുകയാണല്ലേ. Yes, yes. അവിടെ ഒരു പക്ഷേ ഇന്ത്യയെക്കാട്ടിലും വളരെ വ്യത്യസ്തമാകുന്ന അന്ധകാരത്തിൻ്റെ നടുവിലാണ് അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിന് സേഫായിട്ട് ഒരു സ്ഥലവുമില്ല, വെല്ലുവിളിയില്ലാത്ത ഒരു സ്ഥലവുമില്ല. എല്ലാ ഇടങ്ങളിലും അഭിഷക്തന്മാരുടെ ആവശ്യമുണ്ട്. എല്ലാ പട്ടണങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട സഭകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഒന്ന് രണ്ട് ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നതേ, ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്നു, അമ്പലത്തിൽ പോയി തൊഴാൻ പ്രശ്നമില്ലായിരുന്നു, ശബരിമലയ്ക്ക് പോകാൻ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ പെന്തക്കോസ്തിൽ പോകാൻ പ്രശ്നമായിരുന്നു അല്ലേ. Yes. അതെനിക്ക് ഭയങ്കര വൈരുദ്ധ്യാത്മകമായിട്ട് തോന്നി. കാരണം കുടുംബത്തിനകത്തുനിന്നും അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. കുടുംബത്തിനകത്തുനിന്ന് എൻ്റെ യഥാർത്ഥത്തിൽ അവർക്ക് ഞാൻ കൈവിട്ടു പോയി, കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയി, സമൂഹത്തിൽ ഒരു മാനക്കേട്, നാണക്കേട് എന്ന്. ഞങ്ങളുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് നിന്ന് അന്വേഷിച്ചാൽ ഒരു സാമാന്യം ഒരു യാഥാസ്ഥിതിക ഉയർന്ന കുടുംബ പശ്ചാത്തലവും പേരും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബമാണ്. എൻ്റെ ചാച്ചനും എൻ്റെ വല്യപ്പനും പിന്നെ കൊച്ചു ഭൂസ്വത്തുക്കളും സമൂഹത്തിൽ വിലയും നിലയും ഒക്കെ ജനം കൽപ്പിക്കുകയും അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരാൾ അവരുടെ ഹൃദയത്തിനകത്തെ ചിന്ത ഒരു തലതിരിഞ്ഞു പോയി എന്നുള്ള രീതിയിലുള്ളൊരു ചിന്താഗതിയായിരുന്നു ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ. മാനസികമായി അവര് ഒത്തിരി അതിനകത്ത് വേദനപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസ ജീവിതത്തിലൊക്കെ ഞങ്ങൾ വന്ന് ദുബൈയിൽ നിന്ന് വന്നിട്ട് തിരിച്ച് കുഞ്ഞുണ്ടായി ഞങ്ങൾ നാട്ടിലെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞുമായിട്ടൊരു 10-50 വീട്ടിൽ കയറി ആ പ്രാന്തപ്രദേശത്ത് സുവിശേഷം അറിയിക്കണമെന്ന് തീരുമാനിച്ചാണ് ആദ്യം ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ അമ്മയൊക്കെ 1-2 ആഴ്ച ഓർത്തഡോക്സ് പള്ളിയിൽ പോയില്ല, നാണക്കേട് കൊണ്ട്. കാരണം രാവിലെ ഞങ്ങൾ സൺഡേ രാവിലെ വെള്ള ഡ്രസ്സും ഒക്കെ ഇട്ട് ബൈബിളും ഒക്കെ പിടിച്ച് മോനെ കൊണ്ടുപോയപ്പം അമ്മ ഒന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, എങ്ങോട്ട് പോവാ? അതിങ്ങനെ ആരാധനിക്കുക, എവിടെ ആരാധനിക്കും? നിന്നെടുത്ത അയ്യോ അവിടെ ഒന്നും ആരാധിക്കും, നാണക്കേട. അപ്പം ഒരു മാനസികമായിട്ട് വലിയൊരു ഷോക്കാണ് അവരെ സംബന്ധിച്ചൊക്കെ. അപ്പം ഞാൻ പറയട്ടെ, പൊതുവിൽ അവരുടെ ഒക്കെയുള്ള സമൂഹത്തിലെ സ്ഥാനവും വിലയും നിലയും ഒക്കെ ഒരു പെന്തക്കോസ് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു വേർപെട്ട ഇതിലേക്ക് പോകുമ്പോൾ മാനസികമായ ഒരു ഭാവം തീർച്ചയായിട്ടും ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ നേരത്തെ. ഞാനൊരു പെന്തക്കോസ് പാസ്റ്ററെ ഇങ്ങനെ വഴിയിൽ പിടിച്ചു നിർത്തി ഇങ്ങനെ പ്രയാസപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ എനിക്കറിയാം അതെന്തായിരുന്നുള്ള കാര്യം. അപ്പം ആ നിലയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഒരു അനുഭവം കൂടെ ഞാൻ ഇതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുക. കാരണം സുവിശേഷത്തിന്റെ വിത്തുകൾ ഒരു ദേശത്ത് വിതയ്ക്കപ്പെട്ടാൽ അത് പിന്നീട് ഫലം കായ്ക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അമ്മച്ചി എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ ഒരു സ്പിരിച്വൽ മെൻറ്ററായിരുന്നു. ഞാൻ പറയാം, എന്നെ അച്ഛനാക്കാനായി യാമപ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനായി ഞാൻ അമ്മച്ചിയോടെ കിടക്കുന്നത് ഒരുമിച്ച്. അപ്പോൾ ഈ നോയമ്പൊക്കെ വരുമ്പോൾ 25 നോയമ്പും 50 നോയമ്പും 3 നോയമ്പും 8 നോയമ്പും ഒക്കെ വരുമ്പോൾ അമ്മച്ചി യാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ജസ്റ്റ് ഞാൻ അമ്മച്ചിയുടെ കൂടെ എന്നെ ഇങ്ങനെ അമ്മച്ചി ഒന്ന് തട്ടത്തേ ഉള്ളൂ, ഞാൻ അന്നേരം ചാടി എഴുന്നേക്കും. അപ്പോൾ ഈ നമസ്കാരക്രമമൊക്കെ വായിക്കും, പിന്നെ നോയമ്പിന്റെ നമസ്കാരങ്ങളൊക്കെ നമസ്കരിക്കും. അപ്പൊ ഞങ്ങൾ ഈ രാവിലെ വെളുപ്പിനെ എണ്ണിക്കും. ഈ 50 നോയമ്പിന്റെ ഒക്കെ സമയത്ത് 50 ദിവസം നോയമ്പായിരിക്കും, കൊച്ചിലേ ഉള്ള കാര്യമായി പറയുന്നത്. അപ്പൊ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലെ ഒരു മലയാണ്, വീട് നിൽക്കുന്ന അവിടുന്ന് പുറവശത്ത് ഒരു മലയാണ്. അപ്പൊ ഈ 2 മലകളുടെ നടുവിലാണ് ഈ കിളിവേൽ ദേശം എന്ന് പറയുന്ന ദേശം. അവിടെയാണ് ഞങ്ങളുടെ ഒരു കുടുംബ വീടുള്ളത്. അപ്പൊ അവിടെ ഞങ്ങൾ രാവിലെ യാമപ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു തരകൻ ഉപദേശി, അന്ന് അദ്ദേഹം ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി നമ്മുടെ കോയിസാറിന്റെ അവിടെ പഠിക്കാൻ പോയിട്ട് ഇരിക്കുന്ന ഒരു സമയം പുള്ളി വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു. അപ്പൊ പുള്ളി ഈ ദേവദാസൻ ഇന്നിപ്പം കിളിവേല് കോളേജിൽ നിൽക്കുന്ന മലയിൽ നിന്നാണ് രാവിലെ 4-5 മണിയാകുമ്പോൾ സുവിശേഷം വിളിച്ചു പറയുന്നെങ്കിൽ നാളെ ഈ പുറലത്തെ മലയിൽ നിൽക്കും പോയി പറയും ഈ രാവിലെ. അപ്പൊ ഞാനും അമ്മച്ചി ഇങ്ങനെ യാമപ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റിരിക്കും. ഇപ്പം തരവ് സാർ വിളിച്ചു പറയും,
രക്ഷിക്കപ്പെടണം, ഇങ്ങനെ മാനസാന്തരപ്പെടുകയും എന്നുള്ള ഈ വചനങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും ഇദ്ദേഹം. അമ്മച്ചി എന്നോട് പറയാം, എടാ പൊടിക്കുഞ്ഞിന് വട്ട, പൊടിക്കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൻ ഈ 4 മണിക്ക് ആരോടായി പ്രസംഗിക്കുന്ന, ആര് കേൾക്കാൻ അവന്റെ ഈ പ്രസംഗം? ഇപ്പൊ ഞാൻ അമ്മച്ചിയോട് പറയും, അമ്മച്ചി ശരിയാ, നമ്മൾ ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ ആരും കേൾക്കാനില്ല. ഈ 4:30-5 മണിക്ക് ഇന്നിട്ട് പിന്നെ കർത്താവ് വരാൻ പിന്നെ ഉടനെ വരും, താമസിക്കത്തില്ല, അതെ. പിന്നെ അതുകൊണ്ട് നിങ്ങൾ അന്നത്തെ ഒരു മാനസാന്തരപ്പെടണം. പ്രയോഗം എന്ന് പറഞ്ഞാൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതെ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ മാനസാന്തരപ്പെടുവീൻ, വിശ്വസിപ്പീൻ. ഈ വാക്ക് അതെ കറക്റ്റ് കറക്റ്റ്. അതെ. കാലം തികഞ്ഞു ചൂള മനസ്സായി പോലെ സുവിശേഷം കത്തുന്ന ഒരു ദിവസം വരും. വരും. ഞങ്ങളുടെ അപ്പച്ചൻ്റെ ഒക്കെ സ്ഥിരം പണിയായിരുന്നു ഈ രാവിലെ 4:30 എഴുന്നേറ്റ് മലയുടെ മണ്ടേ പാറയുടെ മണ്ടേ കയറി നിന്ന് വിളിച്ചു പറയുക. വിളിച്ചു പറയാം. ഇതേ പ്രോസസ് അവിടെ നടന്നു. അപ്പൊ ഞാനും അമ്മച്ചോട്ടിരുന്ന് കളിയാക്കും. തരം സാറിനെ, തരം പാസിനെ, പൊടുകുഞ്ഞു വാസം എന്ന് അറിയപ്പെടുന്നത്, അദ്ദേഹം ഇപ്പം ശുശ്രൂഷയിൽ നിന്നൊക്കെ ഒരുമിച്ച് ഭവനത്തിൽ വിശ്രമിക്കുക, ശാരോന്റെ ഒരു ദേവദാസന്. അപ്പൊ അന്ന് കളിയാക്കിയത്. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് പലപ്പോഴും കിളിവേല ദേശത്ത് ഇപ്പൊ 2 ചർച്ച് കോഡ് സഭകളുണ്ട്, 2 IPC സഭകളുണ്ട്. അപ്പൊ ഇങ്ങനെ സഭകളൊക്കെ അവിടെ ഉള്ളപ്പോൾ അവിടെയൊക്കെ ശുശ്രൂഷിക്കാനായിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ പോകുമ്പോൾ, കഴിഞ്ഞ ഒരു ഷാരോൺ സഭയെ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ. അപ്പൊ അന്ന് ഈ വചനത്തിന്റെ വിത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കേട്ട ഒരു ആളാ ഞാൻ അവിടെ ഇരുന്ന് യാമപ്രാർത്ഥിക്കുന്ന കളിയാക്കിയതാ ഞാനും അമ്മച്ചി മരിച്ചു, പക്ഷെ അത് കേട്ട ഒരാളാണ് ഞാൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ ദൈവത്തിന്റെ വചനം വിതച്ചാൽ അത് തക്ക സമയത്ത് മഴ പെയ്യുകയും അത് കിളിച്ചു വരികയും അതിന്റെ ഫലം അത് കൃത്യസമയത്ത് പുറപ്പെടുവിക്കുകയും ചെയ്യുമെന്നുള്ള വലിയൊരു ആത്മീയ മർമ്മത്തിന്റെ ഒരു കാര്യം കൂടെ പറയാനാണ് ഞാൻ ഈ ഒരു സംഭവം കൂടെ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ, ഇതൊക്കെ പറഞ്ഞാലും അന്ന് നമ്മൾ ആ പരിഹസിച്ച് വിട്ട, നിന്ദിച്ചു വിട്ട ആ പാസ്റ്റർ ആരാന്ന് പിന്നെ അറിയത്തില്ലല്ലേ? അദ്ദേഹത്തെ എനിക്കറിയത്തില്ല. വർഷങ്ങൾക്ക് ശേഷമാണ്, പിന്നെ ഒരു 30 വർഷത്തിന് ശേഷമാണ് പിന്നെ നാട്ടിൽ ഞാൻ ഈ വിശ്വാസ ജീവിതമൊക്കെ കഴിഞ്ഞ് ചെല്ലുന്നത്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ പേരോ ആ ഒരു കാലഘട്ടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ സഭയിലെ രജിസ്റ്റർ ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ ആ വഴിയിലൊന്നും ചിന്തിച്ചില്ല. എന്നാൽ പാസ്റ്റർ ഇപ്പൊ അങ്ങനെ ഒരു കാര്യം എന്റെ ഹൃദയത്തിൽ ഒരു ഇത് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു പരിശ്രമം നടത്തി അതെ. ആ ദൈവമനുഷ്യനെ ഒന്ന് കണ്ട് അദ്ദേഹത്തെ ഒന്ന് ആദരിച്ച് അദ്ദേഹത്തിനോട് ഉണ്ടായ വിഷമത്തെയൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കണമെന്നൊരു ആഗ്രഹം ഇപ്പൊ എന്റെ ഹൃദയത്തിൽ അത് പ്രോംപ്റ്റ് ആയി കർത്താവിന്റെ ദാസനിലൂടെ. ഏത് ചർച്ചാണ് പാസ്റ്റർ? കിളിവേൽ IPC ചർച്ച. കിളിവേൽ IPC ചർച്ച. ഏത് വർഷങ്ങളിലാണ് ഏകദേശം? അത് ഒരു 85-87 കാലഘട്ടം. 85-87. കിളിവേൽ IPC ചർച്ചിലുള്ള ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ ദേവദാസന്മാരെ അറിയാൻ കഴിയും. നമുക്കങ്ങനെ ആസാദി ചാനലിലൂടെ ദേവദാസന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു അനിസൻ മാരാമൺ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, അദ്ദേഹം ട്രെയിനിൻ്റെ അകത്ത് വെച്ച് ആർഗ്യൂ ചെയ്ത ഒരു ദേവദാസനെ കുറിച്ച് മെൻഷൻ ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ ദേവദാസനുമായിട്ട് കണക്റ്റ് ആകാനിടയായി തീർന്നു. അതൊക്കെ ദൈവത്തിൻ്റെ വലിയ ഒരു ഫേവറാണ്. ഞാൻ വിശ്വസിക്കുന്നു നമുക്കും ആ ദേവദാസനെ പരിചയപ്പെടാൻ പറ്റും. ദൈവത്തിൻ്റെ സ്തോത്രം. കൺക്ലൂഡ് ചെയ്യുന്ന വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും ഇങ്ങനെ ഒരു പ്രകമ്പനം കോളെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്ന വാക്കുകൾ ഇങ്ങനെ നിൽക്കുക. കുഞ്ഞെ, കർത്താവ് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇരിക്കുന്ന ഈ പുസ്തകം ഒരു ദിവസം മോനും എടുക്കും. നീ ഒരിക്കലും ഈ പുസ്തകം എടുക്കും. അത് കാതിൽ മുഴങ്ങുകയാണ് ഇപ്പോഴും. സിസ്റ്റർ അനുഭവം പറഞ്ഞപ്പോൾ, അതായത് പാസ്റ്റർ മദ്യപിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. എന്നാൽ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ സാധാരണ പിന്നെ പെൺകുട്ടികൾ പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻസ്, ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഈ ബന്ധം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രശ്നം അതാ. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അവർ പിന്നെ അതിനെ ഒന്ന് നന്നാക്കിയെടുക്കുവാൻ, മെൻഡ് ചെയ്യാൻ, റിപ്പയർ ചെയ്യാൻ ശ്രമിക്കാറില്ല. പക്ഷേ സിസ്റ്ററുടെ ആ ഒരു സ്റ്റാൻഡാണ് ഇന്ന് നിങ്ങൾ ഒന്നിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒന്നിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത്, അന്നത്തെ കാലത്തെ സഹോദരിമാരൊക്കെ കള്ളുകുടിയന്മാരായ ഭർത്താക്കന്മാരെ പ്രാർത്ഥിച്ച് പാസ്റ്റർമാരാക്കി. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അത്രയും ക്ഷമയില്ല. അതുകൊണ്ട് അവർ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സുല്ലിട്ട് തോൽവി സമ്മതിച്ച് അവർ സെപ്പറേഷന് വേണ്ടിയാണ് തീരുമാനിക്കുന്നത്. അതല്ല സൊല്യൂഷൻ. പ്രാർത്ഥനയിലൂടെ ദൈവം തന്ന ജീവിത പങ്കാളിയെ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കെല്ലാം സ്നേഹം കൊണ്ടേ നേടാൻ പറ്റത്തുള്ളൂ. വെറുപ്പിക്കാൻ നമുക്ക് ഒരു സെക്കൻഡ് മതി. ഏത് കാര്യവും നമുക്ക്
ആ സ്നേഹത്തിൽ കൂടെ നമുക്ക് നേടാൻ പറ്റും. എത്ര വലിയ ഹേറ്റ്രെഡ്നെസ് ആണെങ്കിലും നമ്മൾ തിരിച്ച് സ്നേഹിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും കരുതുകയും ഒക്കെ ആണെങ്കിൽ വലിയ ചലനം ഉണ്ടാക്കും. പിന്നെ ഇതിലെല്ലാം ഉപരിയായ ഒരു ദൈവകൃപയാണ്. ബിക്കോസ് ഞാൻ കണ്ടതാ ഒരു ഒരു 180 ഡിഗ്രി ചേഞ്ചാ എൻ്റെ കർത്താവ് ചെയ്തത്. കാരണം വളരെയധികം ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം ഹൈന്ദവ രീതി പോയി, അല്ലെ മദ്യപാനത്തിന് അടിമയായി, കൂട്ടുകെട്ട്, ഇങ്ങനെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം അങ്ങനെ നിന്നിട്ട് ആ വലിയൊരു ദൈവസ്നേഹം തിരിച്ചറിയാൻ ദൈവം നമുക്ക് കൃപ തന്നു. അതുകൊണ്ടാണ് അവിടെ ആ കിളിവൽ ദേശത്തെ എല്ലാരും പറയും, എന്നുവെച്ചാല് എങ്ങനെ ഇത് സംഭവിച്ചു. കാരണം ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഫാമിലിന്നും അല്ല അവര് വരുന്നത്. അപ്പം ആ ഒരു ഫാമിലിയിൽ ഒരാൾ വിശ്വാസി ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി എതിർപ്പായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ഞങ്ങൾ രണ്ട് ഫാമിലിയിൽ നിന്നും ഫസ്റ്റ് വന്നേ. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി എതിർപ്പുണ്ടായി. ചില റിലേറ്റീവ്സ് ഒന്നും ഞങ്ങളോട് മിണ്ടാതെയായി. ഒരു ഫസ്റ്റ് 2-3 ഇയേഴ്സ് ഞങ്ങൾക്ക് ഒത്തിരി ശോധനയായിരുന്നു. പക്ഷേ അതെല്ലാം ദൈവം മാറ്റി. ദൈവം എല്ലാം അത് ഇന്ന് ദൈവം അവരെ എല്ലാരെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. മിണ്ടാതെ ആയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവര് മിണ്ടാൻ വേണ്ടി മിണ്ടുന്നു. അവരുടെ മനസ്സിനകത്ത് ആ ഒരു വേദനയാണോ, നമ്മളോടുള്ള ഒരു എതിർപ്പാണോ, ഏത് മാനസിക ഭാവമാണെന്നുള്ള ഒരു ഹൃദയം കൊണ്ടുള്ള ഒരു അകൽച്ച ഞങ്ങൾ വ്യക്തമായി അത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്കത് ഫീൽ ചെയ്യാൻ ആ സമയങ്ങളിലൊക്കെ ഇടയായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളെ പിടിച്ച് പുറകോട്ട് മാറ്റാനോ ഒരു റീതിങ്കിനോ തെറ്റായ തീരുമാനമോ ഒന്നുമില്ല. എപ്പോഴും ഓരോ ദിവസവും അതൊരു മധുരതരമായ ഒരു വലിയ ഒരു അനുഭവത്തിൽ ഞങ്ങൾക്ക് മുന്നേറാൻ ദൈവം വലിയൊരു ദൈവകൃപയാതെ എന്ന് മനസ്സിലാക്കുക. അത് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്ന ഒട്ടുമുക്കാൽ ആളുകൾക്കും അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെയൊക്കെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ തീരുമാനങ്ങൾ എന്തുകൊണ്ടാണ്. നമ്മുടെ കണ്ണ് തുറന്നു, അവരുടെ ഇന്നർ ഐസ് അപ്പോഴും ആ പ്രകാശം ലഭിക്കാതിരിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ദൈവം എല്ലാവരുടെ ഹൃദയ കണ്ണുകളെ തുറക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞാൽ നിർത്താൻ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഞങ്ങള് ഓർത്തഡോക്സ് സഭ കിളിവേല് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കള്ളോട്ടുപള്ളി എന്ന് അത് അറിയപ്പെടുന്ന അവിടെ ആയിരുന്ന സമയത്ത് ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു തരം സാർ ഉണ്ടായിരുന്നു അവിടെ. അന്ന് ആ പള്ളിയുടെ ട്രസ്റ്റി ഒക്കെ ആയിരുന്നു അദ്ദേഹം. ആ ദേവദാസൻ അദ്ദേഹം പിന്നീട് വിശ്വാസ ജീവിതം സ്വീകരിക്കുകയും PMG ചർച്ചിന്റെ സംസ്ഥാന സ്റ്റേറ്റ് ട്രഷററായി ഇരിക്കുകയും ഇപ്പോ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില് PMG ചർച്ചിന്റെ പാസ്റ്റർ. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് വേറൊരു ദേവദാസൻ ഇവിടുന്ന് കാനഡയിൽ നിന്ന് പോയി അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാളിനെ കണ്ടു, അടൂരുകാരൻ, കിളിവേലുകാരൻ. അപ്പം തരം സാറിനോട് ചോദിച്ചു, പിന്നെ അറിയുമോ, നിങ്ങളുടെ നാട്ടുകാരനാണെന്ന് തോന്നുന്നു, ഒരു സഭയിലെ ഒരു പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ ബാബു. അങ്ങനെ പുള്ളി ഇങ്ങനെ പറഞ്ഞു അറിയാം. പുള്ളിയൊക്കെ എങ്ങനെ വിശ്വാസത്തിൽ വന്നെന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ ഈ കല്യാണം കഴിയുന്ന സമയത്ത് ഇവരൊക്കെ നാട്ടുകാരും ഇങ്ങനെയുള്ളവരും ഒക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ആ കൊച്ചിന്റെ ഭാവി പോയി ഇവനെ കെട്ടിയോടുകൂടി. ഇവര് പരസ്പരം പറഞ്ഞ ഒരു കാര്യം, ആ കൊച്ചിന്റെ ജീവിതം പോയി, ഏതാ ഇവനെ കെട്ടിയോടുകൂടി ഇതിനിയൊക്കെ എങ്ങനെയായി തീരുമെന്ന് കണ്ടറിയാമെന്ന് പറഞ്ഞതിൽ ഒരാളാണ് തരകൻ സാർ. പക്ഷെ പിന്നീട് അദ്ദേഹവും പാസ്റ്ററായി, ഞാനും പാസ്റ്ററായി, ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നത് പിന്നീട് ആ ദേവദാസനും കാണാൻ. അപ്പം നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായത്തെയും ഒക്കെ തിരുത്തി കുറിച്ച് ദൈവത്തിന്റെ മഹാസ്നേഹത്തിന്റെ വാഹകരായി ദൈവപ്രവൃത്തിയുടെ അതിനെ വിവരിക്കുന്ന അവരെ കുറ്റം പറയാനൊക്കത്തില്ല മാസ്റ്ററെ. അവര് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ശരിയായിരുന്നു. പക്ഷെ ഈ വേദോത്സവത്തിൽ പറയുന്നത് പോലെ യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം നമ്മെ തൊട്ടത് കൊണ്ട്, നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു. യേശു ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, ഈ ഒരു പെന്റിക്കോസ്റ്റൽ അനുഭവങ്ങളിലൂടെ നിങ്ങൾ രണ്ടുപേരും പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ജീവിത സാഹചര്യം എന്താകുമായിരുന്നു? മാസ്റ്റർ കള്ളുകൂടി കുറച്ചുകൂടെ കൂടി അല്ലേ, ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ ഒന്നും പറയാനോ, കാരണം ഇപ്പം ഞാന് അന്ന് പാർട്ട്ണറായിരുന്ന, എൻ്റെ ബിസിനസ് പാർട്ട്ണറായിരുന്ന ആള് മദ്യപാനം കൊണ്ട് മരിച്ചു. ഓട്ടോറിക്ഷയിൽ ഇരുന്നാ മരിച്ചത് അദ്ദേഹം. അപ്പം ഞാൻ പറയുന്നത് അത് ഞാനപ്പം അത് നോക്കുമ്പം കർത്താവെ,
നീ എന്നെ എത്രമാത്രം സ്നേഹിച്ചു, എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും കണ്ണുനീരും നന്ദി പ്രകടനവും ഒക്കെ ഹൃദയത്തിൽ നിന്ന് ജീവിതത്തിൽ സന്തോഷത്തിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ തെറ്റായിരുന്നില്ല, പക്ഷേ വിധിയെഴുത്തുകളെ മാറ്റുന്ന കർത്താവ് ആമേൻ. കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ മേൽ എഴുതിയ സകല വിധിയെഴുത്തുകളെയും ശത്രുവിൻ്റെ ആഗ്രഹങ്ങളെയും പദ്ധതികളെയും മായ്ച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി ജയം നൽകിയ കർത്താവ് നമ്മെ ജയോത്സവമായിട്ട് ഇന്ന് നടത്തുന്നു. എല്ലാ മഹത്വം കർത്താവിനാണ്. പാസ്റ്ററെ, നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി പാസ്റ്റർക്കും കുടുംബത്തിനും ദൈവം നൽകിയിരിക്കുന്ന ഈ ഒരു വലിയ പ്രത്യാശ, അനുഗ്രഹം അവരിൽ ഓരോരുത്തരും അനുഭവിപ്പാനിടയായി തീരട്ടെ. ഇന്ന് നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും ദൈവവചനം അനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് വചനത്തിൻ്റെ പാതകളിൽ നടക്കുവാൻ തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ, ഈ ഒരു സാക്ഷ്യം നമ്മളോട് പറയുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മാറും. പിശാച് നിങ്ങളെക്കുറിച്ച് എഴുതിയ വിധിയെഴുത്തുകൾ മാറും. നാളെ നിങ്ങളും ഒരത്ഭുതമായി മാറും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു അവസരമാണ്. യേശുവിനെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്താം, അവനെ സ്വീകരിക്കാം, അവൻ്റെ പാതകളിൽ നടക്കാം, അവൻ്റെ വചനമനുസരിക്കാം. അതിനുവേണ്ടി ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുന്നെങ്കിൽ ജീവിതം മാറുന്ന ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായി കർത്താവ് അതിനെ മാറ്റും. പാസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിനുണ്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പാസ്റ്റർക്ക് പറയാം. അതിനുശേഷം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. ആദ്യമായി കർത്താവിന്റെ ദാസനോട് അസാദി ടിവിയോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കർത്താവ് തന്നു. കർത്താവിന്റെ ദാസനിലൂടെ ചെയ്യേണ്ട ശുശ്രൂഷകളെയൊക്കെ കർത്താവ് നിവൃത്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അനേകർക്ക് ആശ്വാസമാകട്ടെ, ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുമാറാകട്ടെ. ഇതുപോലുള്ള അനേക ജീവിത സാക്ഷ്യങ്ങൾ കർത്താവിന്റെ കരസ്പർശനം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ വിടുതലുകൾ കിട്ടിയ അനേകരുടെ ജീവിതത്തെ കർത്താവ് തൊട്ടതിനെ, കർത്താവ് നടത്തിയതിനെ, പരിപാലിച്ചതിനെ, അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച അനേക സാക്ഷ്യങ്ങൾ ഇനിയും അസാദി ടിവിയിലൂടെ വരുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ അസാദി ടിവിയിലൂടെ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളിലൂടെ വിടുവിക്കപ്പെട്ട എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് പ്രേക്ഷകർക്ക് വേണ്ടിയും അസാദി ടിവിക്ക് വേണ്ടിയും ഇതിന്റെ നടത്തിപ്പുകാരനായി കർത്താവ് കണ്ടെത്തിയ കർത്താവിന്റെ ദാസന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും മിനിസ്ട്രിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞാൻ മുദ്രാവാക്യം വിളിച്ച നാടാണ് കിളിവേല് ദേശം. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തിൽ ഹൃദയത്തിനകത്തേക്ക് കനലുപോലെ, അന്ന് ഭൂകമ്പം പോലെ ചില പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രകമ്പനം ഹൃദയത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൽ എല്ലാം മറന്ന് നിരീശ്വരവാദത്തിലേക്ക് കടന്നുപോയി പുരോഗമന കലാസാഹിത്യ സംഘവും ശാസ്ത്രാഹിത്യ പരിഷത്തിലും ഒക്കെ സജീവ പ്രവർത്തകനായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തീച്ചൂള അതിനകത്ത് എടുത്തു ചാടി കേസുകളും വഴക്കുകളും ഒക്കെ ആ സമയത്തുണ്ടായ സമയത്തൊക്കെ ആ ദേശം അതിന് സാക്ഷിയായിരുന്നു. എൻ്റെ പ്രസംഗങ്ങളും രാഷ്ട്രീയ പ്രസംഗങ്ങളും മുദ്രാവാക്യം വിളികളും ഒക്കെ മുഴങ്ങിയ ഒരു ദേശമാണ് കിളിവേല് ദേശം. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എവിടെ ഞാൻ കർത്താവിനെ നിന്ദിച്ചോ, എവിടെ കർത്താവിന്റെ വചനത്തെ തള്ളിപ്പറഞ്ഞുവോ, എവിടെ കർത്താവിന്റെ ദാസന്മാരെ അപമാനിച്ചോ, ആ ദേശത്ത് തന്നെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ പിന്നീട് അവിടെയുള്ള സഭകളുമായി ചേർന്ന് ഞങ്ങളൊരു പരസ്യയോഗം കിളിവേലിൽ നടത്തി. ഞാൻ ആ പരസ്യയോഗത്തിൽ യേശു കർത്താവിനെ ഞാൻ മുദ്രാവാക്യം വിളിച്ച് നടന്ന നാട്ടിൽ, നിരീശ്വരത്വം പറഞ്ഞു നടന്ന നാട്ടിൽ, മദ്യപിച്ചും ഞാൻ കഞ്ചാവ് വരെ ശരിക്കും കഞ്ചാവ് അടിക്കുമായിരുന്നു. അന്ന് ആളുകളെ പറഞ്ഞു വിട്ട് ഏനാത്തുന്ന സ്ഥലത്തുനിന്ന് സൈക്കിളല്ല കഞ്ചാവ് പൊതിക്കകത്ത് കൊണ്ടുവരും, എന്നിട്ട് അത് വലിച്ചിട്ട് ഇങ്ങനെ മൈതാനത്ത് കിടക്കും കൂട്ടുകാരുമായിട്ട്. ആ ദേശത്ത് ഞാൻ കുടുംബമായി, ഞങ്ങൾ കുഞ്ഞിനെയും ഒക്കത്തെടുത്ത് ബിനു വെച്ചിട്ട് പരസ്യമായി യേശു കർത്താവിനെ കിളിവേല് ദേശത്ത് ഈ ദൈവം ജീവിക്കുന്ന ദൈവമെന്നും, ഈ ദൈവം വിടുവിക്കുന്ന ദൈവമെന്നും, ഈ ദൈവം ഞങ്ങളെ മാറ്റിയെന്നും ഞങ്ങളെ അനുഗ്രഹിച്ചെന്നും, ഞങ്ങൾ നന്മയുടെ സുവിശേഷവാഹകരാണെന്നും, സുവിശേഷം നിത്യമാണെന്നും, സുവിശേഷം ലോകത്തെ മാറ്റിമറിക്കുമെന്നും, യേശു കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണെന്നും സത്യമാണെന്നും അവനാണ് വഴിയും സത്യവും ജീവനും എന്ന് വിളിച്ചു പറയാൻ നാവിനെ, മുദ്രാവാക്യം വിളിച്ച നാവിനെ കൊണ്ട് കർത്താവിന്റെ മഹത്വമേറിയ അനുഗ്രഹിക്കപ്പെട്ട ആ സുവിശേഷത്തിന്റെ വിളംബരം ഞങ്ങൾക്ക് കിളിവേൽ എന്ന ദേശത്ത് കുടുംബമായി നിന്ന് പറയാനൂടെ കർത്താവ് ഭാഗ്യം തന്നു എന്ന് പറഞ്ഞ ഞങ്ങൾ പ്രാർത്ഥിച്ചു നിർത്തുന്നു. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ
അത്ഭുത പ്രവൃത്തിയുടെ സാക്ഷ്യം എത്ര അനുഗ്രഹകരമാണ്. ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യൂവേഴ്സിന് വേണ്ടി, കർത്താവിൻ്റെ ദാസന് വേണ്ടി, മിനിസ്ട്രിക്ക് വേണ്ടി. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ ഈ സാക്ഷ്യം ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയത്, ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ച നല്ല ദൈവം, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയ ദൈവം, ദൈവസ്നേഹം എന്തെന്ന ആഴത്തിൽ ഞങ്ങളെ അറിയിച്ച, ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങളെ ഗ്രഹിപ്പിച്ച ഈ ദൈവം ജീവിക്കുന്ന ദൈവമെന്നും വിടുതൽ നൽകുന്ന ദൈവമെന്നും സൗഖ്യം നൽകുന്ന ദൈവമെന്നും എല്ലാ ജീവിതങ്ങൾക്കും ക്രിസ്താനുരൂപമായ മാറ്റം കൊടുക്കുന്ന നല്ല ദൈവമെന്നും യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ വെളിച്ചമാണെന്നും രക്ഷകനാണെന്നും ഞങ്ങളെ അറിയിച്ചു തന്ന ആത്മീയ സത്യങ്ങളെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന് സ്തോത്രം. ഈ സാക്ഷ്യത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിനകത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അവിടുത്തെ കൃപയാൽ, അവിടുത്തെ ദിവ്യമായ ദാനങ്ങൾ കൊണ്ട് നിറച്ച് വിടുതൽ വേണ്ടവർക്ക് വിടുതൽ, സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം, കർത്താവെ ജീവിതത്തെ സ്പർശിക്കേണ്ടത് മദ്യപാനത്തിൽ നിന്ന്, ആമേൻ, ആവശ്യമില്ലാത്ത അസാൻമാർഗികമായ ജീവിത രീതികളിൽ നിന്ന്, ആമേൻ, കർത്താവിൽ നിന്ന് അകന്നു നിൽക്കുന്ന മാറിപ്പോയ പിന്മാറ്റ ജീവിതങ്ങൾ, കർത്താവ്, ഇങ്ങനെ നിരവധി ജീവിതാനുഭവങ്ങളോട് കടന്നു പോകുന്നവരെ ഒക്കെ മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന സംഘട്ടനങ്ങളിലൂടെ, ഭാരത്തിലൂടെ, വേദനയിലൂടെ, പ്രതിസന്ധിയിലൂടെ, ഹല്ലേലൂയ, മാറാ രോഗങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ടാവും. അവരെല്ലാം കർത്താവ് സ്പർശിക്കണമേ. കർത്താവിന്റെ അത്ഭുതകരം അവരുടെ മേൽ നീട്ടണമേ. കുടുംബങ്ങളുടെ മേൽ ദൈവിക സമാധാനവും സ്വസ്ഥതയും അയക്കണമേ. മദ്യപാനികളെ വിടുവിക്കണമേ. പൈശാചിക മണ്ഡലമാണ് അതിൽ പ്രവർത്തിക്കുന്നതെന്നും ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികവുമായ നഷ്ടങ്ങളാണ് പിശാച് കൊണ്ടുവന്നവരുടെ ജീവിതത്തിൽ ഇടുന്നതെന്നും അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനുമാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രതിയോഗി കടന്നു വരുന്ന ഒരു തിരിച്ചറിവ്, ആമേൻ, എല്ലാവരുടെയും ജീവിതത്തിൽ കൊടുത്ത് വലിയ വിടുതലിന്റെ അനുഗ്രഹത്തിന്റെ സമയത്തെ അവിടുന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആസാദി TV ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അനേക ജീവിതങ്ങളെ സ്പർശിക്കുവാൻ ഇതൊരു മുഖാന്തരമായി തീർന്നല്ലോ. നിങ്ങളുടെ ദാസൻ ഫിന്നിപ്പാസിനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ദാസന് ദൈവിക ദർശനത്തോടെ തുടങ്ങിയ ഈ ഒരു മിനിസ്ട്രി, കർത്താവ്, ഇത് വേൾഡ് വൈഡ് എല്ലാ ഇടങ്ങളിലും അനേകരുടെ ജീവിതത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം. നിങ്ങളുടെ ദാസനെയും കുടുംബത്തെയും മിനിസ്ട്രിയും ഇപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വ്യൂവേഴ്സിനെയും കർത്താവെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിച്ച് മാനിച്ച് വിടുതൽ കൊടുത്ത്, ആമേൻ, കർത്താവ് തന്റെ അത്ഭുത കരം നീട്ടി അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പരിശ്രമങ്ങളെ, കേൾവികളെ, ഈ മിനിസ്ട്രിയെ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവതിരുനാമം ഇതിലൂടെ മഹത്വം എടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ട കൃപയ്ക്ക് സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതകരവും അതിശയവും ധന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമത്തിൽ തന്നെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസ കാവൽ എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ബാബു ജോർജ് പാസ്റ്ററുടെ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ. പാസ്റ്റർ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. കുടുംബമായിട്ട് പാസ്റ്ററും ബിനി സിസ്റ്ററും വന്ന് ഞങ്ങളോടൊപ്പം ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെച്ചല്ലോ. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ മാനിക്കട്ടെ. കാനഡയിലെ ചർച്ചിനെയും അവിടെയുള്ള വിശ്വാസികളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു. പ്രേക്ഷകരോട് നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു.